ഏത് വേദിയിലും പറയാൻ മടിയില്ലാതെ പറയുന്ന ഒരു വാക്കാണ് ഞാൻ ഒരു സ്വയംസേവകനാണ്. ഞാനൊരു സനാതനധർമ്മ വിശ്വാസിയാണ്. ഈ വിശ്വത്തെ മുഴുവൻ ശാന്തമായി നയിക്കാൻ കഴിയുന്ന ഏക സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാനും നിങ്ങളും എല്ലാം. അല്ലേ? ഒക്കെ ആരംഭിക്കുകയല്ലേ? ഞാനൊരു ശ്ലോകം ചൊല്ലിക്കൊള്ളു തുടങ്ങാം. അറിയാവുന്നവർ പറയണ്ട, അറിയാൻ വയ്യാത്തവർ പറഞ്ഞാണ്. അല്ലേ? അറിയാവുന്നവർ കേട്ടു. ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ഒരു ശ്ലോകം ചൊല്ലി, അല്ലേ? അഴകൊടു ഭാരത യുദ്ധം അദ്രിയിൻ്റെ മുഴുചെവിയൻ മുറികൊമ്പുകൊണ്ടു മുന്നം എഴുതി നിറച്ച് എളിയോർ കിടങ്ങി നിൽക്കും മുഴുമുതലാകിയ മൂർത്തി കാത്തുകൊള്ളുക. ആരെക്കുറിച്ചാണെന്ന് പറയാം? ആരെഴുതാന്ന് പറയാം? പറയല്ലേ? ആരെഴുതാന്ന് പറയാം? അടുത്തൊരു ശ്ലോകം ചൊല്ലി, അരുമറ നാലും ഒരിക്കലോതി മുന്നം കരിമുകിൽ വർണ്ണനും പങ്കു ചൊയ്തു നൽകി പരമത വള്ളുവർ നാവിലും ഒഴിഞ്ഞ ആ പരിമള ഭാരതി കാത്തുകൊള്ളുക നിത്യം. ആരെക്കുറിച്ചാ? അറിയാൻ തെറ്റ്. എവിടെയെങ്കിലും കാരണമെന്ന് കേട്ട ഉടൻ കൃഷ്ണൻ നമ്മൾ പിടിച്ചോളാം. അല്ലേ? നോക്കിക്കോ, ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. അരുമറ നാലും ഒരിക്കലോതി മുന്നം. എന്താ മറ? ഇവിടെ ഒരു കുട്ടി എന്താ മോളെ മറ? കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് തോന്നുന്നു. ബാലഗോകുലത്തിൽ പോകുന്ന കുട്ടികൾ എത്ര പേരുണ്ട്? ആ കുട്ടികളാരും ഇല്ല. നമുക്ക് കുട്ടികളൊന്നും ഇല്ലില്ലേ? അതാണ് നമ്മുടെ പ്രശ്നവും. അരുമറ, മറ എന്ന് പറഞ്ഞാൽ വേദം. അരുമറ നാലും ഒരിക്കലോതി മുന്നം. ആ വേദങ്ങളെ ഒരിക്കല് ഓതിക്കൊടുത്തു. ആർക്ക്? കരിമുകിൽ വർണ്ണന്. ആരാ കരിമുകിൽ വർണ്ണൻ? പിന്നെ കൃഷ്ണനെ പിടിച്ചു. വേദം എഴുതിയത് വേദവ്യാസനല്ലേ? വേദവ്യാസന്റെ പേരാ. നിങ്ങൾ രാമായണത്തിൽ ആദ്യത്തെ പേജിൽ പഠിച്ചു, പുരാണകർത്താവിനാം കൃഷ്ണനെ. കൃഷ്ണനെ പുരാണകർത്താവിനാം കൃഷ്ണനെ കൈതൊഴുന്ന പുരാണകർത്താവ. അപ്പോഴും നമ്മൾ പറഞ്ഞ കൃഷ്ണനാണ് അല്ലേ എന്ന് പറഞ്ഞിട്ടില്ല തൊഴുത്. കൃഷ്ണനല്ല, ആ കൃഷ്ണൻ വേദവ്യാസനാണ്. കൃഷ്ണദ്വൈവായനാണ് ആ കൃഷ്ണൻ. ആ കരിമുകിൽ വർണ്ണനും പങ്കു ചെയ്തു നൽകി പരം അത് വള്ളുവർ നാവിലും ഒഴിഞ്ഞ അതേ അക്ഷരം തന്നെ തമിഴ് കവിയായ വള്ളുവർക്കും ഒഴിഞ്ഞു കൊടുത്ത ആ പരിമള ഭാരതി കാത്തുകൊള്ളുക നിത്യം. ഭാരതി ആരാ? ഭാരതി സരസ്വതി. സരസ്വതിയുടെ പേരാ ഭാരതി എന്ന്, അല്ലേ? ഇത് എഴുതി ആരാ? ഇപ്പൊ എങ്ങനെ പിടികിട്ടിയോ? പിടികിട്ടുവാണെങ്കിൽ പിന്നെ പറയണേ. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. രാമായണം കഴിഞ്ഞ 31 ദിവസമായിട്ട് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗ്രന്ഥം ഇന്ന് വൈകിട്ട് ഇതുപോലെ മടക്കി എവിടെ വെക്കുന്നതെന്ന് ഓർത്ത് വെച്ചേക്കണം. അടുത്ത ജൂലൈ മാസം 17-ാം തീയതി എടുക്കണം. ഇപ്പം അദ്ദേഹം പ്രസാദി പറഞ്ഞ പോലെ അല്ലേ, വെക്കുന്നിടം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. കാരണം ഞാൻ ചില വീട്ടില് മരണത്തിനൊക്കെ ചെല്ലുമ്പോൾ അല്ലേ, രാമായണം വായിക്കാൻ വേണ്ടി മരണത്തിന് ചെല്ലുമ്പോൾ രാമായണത്തിൽ ഏതാ വായിക്കുന്നത് ആദ്യം അറിയോ? താരോപദേശം. താരോപദേശവും പിന്നെ വായിക്കുന്നത് ജടായുസ്തുതി. ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ വായിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ ചിലർ രാമായണം എടുത്തോണ്ട് വരുന്നത് കാണുമ്പോൾ തന്നെ തോന്നും അതേ പിടിക്കേണ്ട. അതുകൊണ്ട് ഞാൻ പുസ്തകം കൊണ്ട് എല്ലായിടത്തും പോകുന്നത്. കാരണം നമ്മൾ അങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുന്നത് ഈ മഹാഗ്രന്ഥം. ഇപ്പോൾ പ്രസാദി പറഞ്ഞു, ഞാൻ സനാതനധർമ്മത്തെക്കുറിച്ച് ഒത്തിരി പഠിച്ചിട്ടുണ്ടെന്ന്. 100 കോടി ഗ്രന്ഥമുണ്ട് സനാതനധർമ്മത്തിന് ഏകദേശം, അല്ലേ? അതിൽ വേദങ്ങൾ പോലും നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമില്ലേ? മഹാഭാരതം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? മഹാഭാരതം എത്ര ശ്ലോകങ്ങൾ അറിയൂ? മഹാഭാരതം എത്ര ശ്ലോകങ്ങളാണ്? 1,25,000 ശ്ലോകങ്ങൾ. 1,4 ലക്ഷം ശ്ലോകങ്ങളാണ് മഹാഭാരതം. രാമായണോ നമ്മൾ വായിച്ച അതിനകത്ത് പുനരിത് 24,000 വായിച്ചില്ലേ? പണ്ഡിനി 24,000 ശ്ലോകങ്ങളിലാണ് രാമായണം എഴുതിയിരിക്കുന്നത്. ഭാഗവതമോ? ഭാഗവതം, ശ്രീമദ് ഭാഗവതം നിങ്ങൾ എപ്പോഴും വായിക്കുന്നതല്ലേ? ഭാഗവതം 18,000 ശ്ലോകങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഭഗവത്ഗീതയോ? എവിടെ നിന്നെടുത്ത ഭഗവത്ഗീത? ഭഗവത്ഗീത സ്വതന്ത്രമായ കൃതിയാണോ? എവിടുന്ന്? മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലെ 25-ാമത്തെ അധ്യായം മുതൽ 42-ാമത്തെ അധ്യായം വരെയുള്ള 18 അധ്യായങ്ങളിലെ 700 ശ്ലോകങ്ങളാണ് ഭഗവത്ഗീത. ഇപ്പൊ നാരായണിയോ? ഈ അമ്മമാരൊക്കെ നാരായണീയം വായിക്കുന്നവരാ. ഗ്രൂപ്പാണ് കളിക്കുന്നത്. ഇപ്പൊ നാരായണീയ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. ഭാഗവതം ഒന്നും വായിക്കത്തില്ല. ഞങ്ങൾ നാരായണീയം വായിക്കുന്നുണ്ട്, അതുകൊണ്ട് ഭാഗവതം വായിക്കുന്നത്. എന്താ ഈ നാരായണീയം? സമ്പൂർണ്ണ സംക്ഷിപ്ത ഭാഗവതമാണ് നാരായണീയം.
അതായത് 18,000 ശ്ലോകങ്ങളിൽ എഴുതിയിരിക്കുന്ന ആ ഭാഗവതത്തെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വെറും 1036 ശ്ലോകങ്ങളിൽ നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നു. അത്രയുള്ള തമ്മിലുള്ള വ്യത്യാസം അല്ലേ? തമ്മിലുള്ള വ്യത്യാസമാണ്. പക്ഷെ മേൽപ്പത്തൂരിന്റെ നാരായണീയം മനസ്സിലാകണമെങ്കിൽ ഭാഗവതം വായിക്കണം, ഇല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാകും അല്ലേ? ഇതൊക്കെ പഠിക്കാൻ നമുക്ക് അവകാശമുണ്ട് അല്ലേ? പണ്ട് പറയായിരുന്നു പഠിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു അല്ലേ? ശരിയല്ലേ? ഒരു കാലത്ത് പറയുമായിരുന്നു സംസ്കൃതം പഠിച്ചാൽ ചെവിയിൽ ഈയ ഒഴുക്കുമെന്ന്. ശ്രീനാരായണ ഗുരുദേവന്റെ ചെവിയിൽ ആരും കുരുക്കി ഒഴിച്ചില്ലല്ലോ? ഒഴിച്ചോ? ചട്ടമ്പിസ്വാമിയുടെ ചെവിയിൽ ഒഴിച്ചോ? അല്ല, ബ്രാഹ്മണമല്ലാതെ ആരെങ്കിലും പഠിച്ചാൽ ഈ ഒഴിക്കുമെന്ന് ആരാ പറഞ്ഞത്? പഠിക്കാൻ വയ്യ, അതുകൊണ്ട് പഠിച്ചില്ല. ഇപ്പോഴും നമ്മൾ പഠിക്കാൻ സന്നദ്ധരല്ല, ആണോ? ഈ രാമായണ മാസം തന്നെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഓർക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് രാമായണം പഠിക്കാൻ ചെന്ന വീട്ടിൽ ഫോൺ പോലും എടുത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ നാട്ടില് 85-ല് ഞാൻ രാമായണം വായിക്കാൻ രാമായണമായിട്ട് ചെന്നപ്പോൾ അമ്പലത്തിലെ മൈക്ക് അടിച്ചു വെച്ചു. RSSകാർ രാമായണം ഇവിടെ വായിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് വായിക്കാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നമ്മൾ ജീവിക്കുന്ന സനാതന ധർമ്മവിശ്വാസികളുടെ മനസ്സിലാണ്, ക്ഷേത്രങ്ങളിലല്ലാണോ? നിങ്ങളുടെയൊക്കെ മനസ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭാരതം ജീവിക്കുന്നത് ഭാരതത്തിലെ സനാതന കോടികളുടെ മനസ്സിലാണ് ജീവിക്കുന്നത്, ക്ഷേത്രങ്ങളിലല്ല. ക്ഷേത്രങ്ങൾ എന്തിനാണെന്നും രാമായണം പറയുന്നു. അപ്പൊ ഇന്ന് നമ്മളിപ്പോൾ രാമായണത്തെ കുറിച്ച് പറയുമ്പോൾ രാമായണം അല്ലെ, രാമന്റെ അയനം രാമായണം. രാമൻ മാത്രമല്ല അയനം ചെയ്താണോ? സീത പോയിട്ടുണ്ട്, ലക്ഷ്മണൻ പോയിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായി അയോധ്യയിലെ 4 ചുവരുകൾക്കുള്ളിൽ തന്റെ ജന്മം പാഴാക്കിയ ഊർമിള എന്നൊരു പെൺകുട്ടിയുടെ അയനം കൂടിയാണ് അല്ലേ? ആണോ? അല്ലേ? ശ്രദ്ധിക്കണം, നമ്മളൊക്കെ ശ്രദ്ധിക്കണം. രാമന്റെ അയനം എന്ന് മാറ്റിവെച്ചിട്ട് രാമായണം, ഇരുട്ട് മായണം. നമ്മൾ രാമായണം പഠിക്കുന്നത് എന്തിനാണ്? ഇരുട്ട് മായണം. എവിടുത്തെ ഇരുട്ട് മായണം? നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ട് മായണം. അതിനെന്താ മാർഗം? രാമായണവും ഗ്രന്ഥങ്ങളും പഠിക്കുക. എങ്ങനെ പഠിക്കണം? അതും രാമായണം തന്നെ പറയുന്നു, രാമൻ തന്നെ പറഞ്ഞു തരുന്നു. ഒത്തിരി തത്വവിശേഷങ്ങൾ രാമായണത്തിൽ പറയുന്നത്. രാമായണം 4 ബന്ധങ്ങളുടെ കഥയാണ്. കേട്ടിട്ടുണ്ട്? 4 ബന്ധങ്ങളുടെ കഥയാണ്. ഒന്ന് ഭാര്യാഭർത്തൃബന്ധം എങ്ങനെയാവണം. 2 മാതൃപിതൃ പുത്ര ബന്ധം എങ്ങനെയാവണം. 3 സഹോദര ബന്ധം എങ്ങനെയാവണം. 4 സുഹൃത്ത് ബന്ധം എങ്ങനെയാവണം. 4 ബന്ധങ്ങളുടെ കഥ രാമായണം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആദ്യം നമുക്ക് ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് പോകാം അല്ലേ? ഒരു ഭാര്യ തെറ്റായി ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ 3 ഭാര്യമാര് വിധവകളായി, 4 പിള്ളേര് വഴിയാധാരമായി, രാജ്യം അന്യാധീനമായി. രാജ്യം ഭരിക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു? ഭരതൻ രാജ്യം ഭരിക്കാൻ കൊട്ടാരത്തിലുണ്ടായിരുന്നു? ഇല്ല. ഭരതൻ പോയി എവിടെയായിരുന്നു? നന്ദിഗ്രാം ഓർത്ത് വയ്ക്കണം, മറക്കല്ലേ അല്ലേ? നന്ദിഗ്രാമിന് പ്രത്യേകത ഞാൻ അവസാനം പറയാം അല്ലേ? ശരിയല്ലേ? ഒരു ഭാര്യ എന്തു പറയണം, എന്തു പറയരുത് എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് രാമായണമെങ്കിൽ ഒരു ഭാര്യ നിരന്തരം ഒരു ഭർത്താവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു, ഈ ലോകത്തുള്ള ഏത് പെണ്ണിനെ വേണമെങ്കിലും നീ കൊണ്ടുവച്ചോളൂ നിന്റെ കൂടെ, പക്ഷേ ഈ സീതയെ രാമന് തിരിച്ചു കൊടുത്തേക്കൂ എന്നൊരു ഭാര്യ 1000 വട്ടം പറഞ്ഞു. അവിടെ ഭാര്യയുടെ വാക്ക് കേൾക്കാതെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? മക്കളും മരിച്ചു, തമ്പിമാരും മരിച്ചു, കുടുംബവും മരിച്ചു, രാജ്യവും അന്യാധീനമായി. രാമായണം എന്താ ഇവിടെ പറയുന്നത്? സ്ത്രീ ഒരു വീടിന്റെ വിളക്കാണ്. നിങ്ങളെല്ലാവരും സ്ത്രീകളായതുകൊണ്ട് ഞാൻ നിങ്ങളെ പുകഴ്ത്തി പറയുന്നത് അല്ലേ? അത് വിളക്കായി നിന്നെങ്കിൽ മാത്രമേ ആ വെളിച്ചം പകരുന്ന വീട് അല്ലേ ഹരിതപൂർണവും സസ്യപൂർണവും സമ്പൽപൂർണവും ഒക്കെ ആവുന്നുള്ളൂ. മറിച്ചായാലും ഭൂമുഖവാതിക്കല് ഭാര്യ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഭർത്താവ് വന്നു കയറുന്ന ഭർത്താവിന് എന്തായിരിക്കും? ജീവിതം മുഴുവൻ വിജയിച്ച ഒരനുഭവമായിരിക്കും. പുച്ഛിച്ചുകൊണ്ടാണോ നിൽക്കുന്നെങ്കിലോ ഒരു ജന്മം പാടില്ല, അതിൽ ഒരു ദിവസം പാടില്ല. ശരിയല്ലേ? ഇതാണ് രാമായണം പഠിപ്പിക്കുന്ന ആദ്യത്തെ തത്വം. ഭാര്യ-ഭർത്തൃബന്ധം എങ്ങനെ വേണം? ഭാര്യ പറഞ്ഞത് എല്ലാം കേൾക്കരുതെന്ന് പറയുമ്പോൾ ഭാര്യ പറഞ്ഞത് കേൾക്കാതിരുന്നാലുള്ള അനുഭവം കൂടി രാമായണത്തിലൂടെ നമുക്ക് രാമൻ പറഞ്ഞു തരുന്നു. രാമനാ പറഞ്ഞു തരുന്നത് അല്ലേ? ഇനി പിതൃപുത്ര ബന്ധം ഇതില് രാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട്. പിതാവ് പറയുന്ന മനസ്സിൽ കാണുന്ന കാര്യം
പിതാവ് മനസ്സിൽ കാണുന്ന കാര്യം അത് ചെയ്തു തീർക്കുന്ന പുത്രൻ ഉത്തമനായ പുത്രൻ. പിതാവ് പറഞ്ഞിട്ട് ചെയ്യുന്ന പുത്രൻ മധ്യമനായ പുത്രൻ. പറഞ്ഞാലും ചെയ്യാത്തവൻ പിതോ മലം എന്നാ പറയുന്നത്. അത്ര വൃത്തികെട്ടവൻ എന്നാ പറയുന്നത് അല്ലേ? മാതൃപിതൃപുത്ര ബന്ധത്തിന്റെ മഹത്വം രാമായണം നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നു. അച്ഛൻ്റെ വാക്കനുസരിക്കാൻ അച്ഛനോട് പറയാൻ അതിന് വഴി നോക്കാൻ പറയല്ലേ? ഇപ്പം അങ്ങനെയല്ലേ നമ്മളൊക്കെ പറയുന്നത്? ഇങ്ങനെ വഴി നോക്കാം, നമ്മൾ നോക്കിക്കോളാം അല്ലേ? പൈസ എന്തായാലും ഏതെങ്കിലും മൂലയ്ക്ക് ഇരുന്നാൽ പോലും എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം. ഇവിടെ ഭാരതീയ സംസ്കാരത്തിൽ പിതാവിന് നൽകിയിരിക്കുന്ന സ്ഥാനം അത്യുന്നതമായൊരു സ്ഥാനമാണ്. മാതാവിന് നൽകിയിരിക്കുന്ന സ്ഥാനം അതിനും ഉന്നതമായൊരു സ്ഥാനം. കാരണം നമ്മളെ പഠിപ്പിച്ച ധർമ്മവാക്യം എന്താണ്? മാതാ, പിത, ഗുരു, ദൈവം. ഈ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചിരിക്കണം. ഫസ്റ്റ്ലി മാതാ, സെക്കൻഡ്ലി പിത, തേർഡ്ലി ലാസ്റ്റ് വൺ ദൈവത്തിന് ലാസ്റ്റിലെ സ്ഥാനമുള്ളൂ അല്ലേ? എന്തുകൊണ്ട്? എന്താണ് മാതാവ്? അത് നമ്മൾ അറിയണം. അമ്മയെന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലേ? എന്താണ് അമ്മ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? ആരാണ് അമ്മ? കാണപ്പെട്ട ദൈവം. എങ്ങനെ കാണപ്പെട്ട ദൈവം? ചിലപ്പോൾ കേരളത്തിൽ കാണുന്നുണ്ട്. ഇപ്പൊ കാണപ്പെട്ട ദൈവം അല്ലേ? എങ്ങനെ നമ്മൾ മനസ്സിൽ ചിന്തിക്കാം. ആ ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ തമാശ പറഞ്ഞ എന്താ, മലയാളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ പറഞ്ഞു പോകുന്നത്. മാതാവ്, ഈ മാതാവുമായിട്ട് നമുക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു? ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്, ഭൂമിയിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ആ സ്ത്രീയുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു? അച്ഛനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. ഞാൻ അച്ഛനാണ് ആദ്യം കിടന്നുകൂടിയത് അല്ലേ? പക്ഷെ അമ്മയുമായിട്ട് എനിക്കൊരു ബന്ധമില്ലായിരുന്നു, ആ സ്ത്രീയുമായിട്ടൊരു ബന്ധമില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ മുജ്ജന്മ കർമ്മഫലത്തിൻ്റെ, സഞ്ചിത കർമ്മഫലത്തിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഏതോ ഒരു സ്ത്രീ എനിക്കായിട്ട് അവരുടെ ഗർഭപാത്രമാകുന്ന അറ തുറന്നു നൽകി. 9 മാസം കഠിന ശിക്ഷയല്ലേ? കൂട്ടിയാ കിടക്കുന്നത്. എങ്ങനെയാ കിടക്കുന്നത്? ഗൾഫുകാരുടെ ജയിലിനേക്കാട്ടി കഷ്ടമാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് അല്ലേ? കൂടിയൊക്കെ കിടക്കുന്നത്. പക്ഷെ അവിടെ എന്നെ സുരക്ഷിതനായി സംരക്ഷിത ആരാ? ആ സ്ത്രീയാണ് അല്ലേ? പുക്കിൾക്കൊടിയിലൂടെ ഓക്സിജനും, പുക്കിൾക്കൊടിയിലൂടെ രക്തവും, പുക്കിൾക്കൊടിയിലൂടെ എനിക്ക് ആഹാരവും നൽകി എന്നെ പരിപോഷിപ്പിച്ച് എന്നെ ഞാനാക്കി മാറ്റിയത് ആരാ? ആ സ്ത്രീയാണ്. അമ്മയല്ല, ആ സ്ത്രീയാണ്. ആ സ്ത്രീയായിട്ട് അമ്മയൊന്നും ആയില്ല, ആയോ? ആ സ്ത്രീയാണ് അല്ലേ? അപ്പോൾ ആ സ്ത്രീ എനിക്ക് ആരായി? ദൈവമായി. ദൈവമല്ലേ സംരക്ഷിക്കുന്നതല്ലേ ദൈവം? ആരാണോ സംരക്ഷിക്കുന്നത് അവൻ ദൈവമാണ്. അപ്പോൾ ആ സ്ത്രീ എനിക്ക് ദൈവമായി. അത് കഴിഞ്ഞ് ഭൂമിയിലേക്ക് എനിക്ക് ജന്മം നൽകിയപ്പോൾ ആ ദൈവം എനിക്ക് അമ്മയായി. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചതാരാ? നിങ്ങളെയൊക്കെ ആരാ പഠിപ്പിച്ചത്? അമ്മയാണ് അല്ലേ? ചേച്ചി, ഉപ്പാപ്പൻ, നല്ലത്, പാല്, പഴം, ആഹാരം, ഇതെല്ലാം എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. ഒരാളെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു ഇത് നിന്റെ അച്ഛനാണ് ഇല്ലേ? പരമമായ സത്യമായതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു അതെൻ്റെ അച്ഛനാണ് അല്ലേ? ആണോ അല്ലയോ? ആണോ? അപ്പൊ ആദ്യം പഠിപ്പിക്കുന്ന ആരാ? ഗുരു അല്ലേ? അപ്പൊ ആദ്യ ഗുരു ആരാ? അമ്മയാണ്. ആദ്യ ദൈവവും അമ്മയും ആദ്യ ഗുരുവുമായ ആ മഹാചൈതന്യത്തെ വീടിന്റെ മൂലയിലേക്ക് തള്ളിയിട്ടിട്ട് കല്ലിന്റെ മുമ്പിൽ പോയി കിടന്ന് വിളിയോട് വിളി, അമ്മോ അമ്മോ അമ്മോ. ഏതമ്മയാ വിളിയേക്കുന്നത്? വിളിയേക്കോ? ശിലകൾ ഇന്നുവരെ വിളിയേറ്റിട്ടില്ല. ഉണ്ടോ? ഒരിക്കലും അമ്മയാകാത്ത അമ്മയെന്ന് വിളിക്കാൻ മണിക്കൂറുകളോളം പോയി നിൽക്കുമോ? ഓക്കെ, അമ്മ നമ്മുടെ സർവസ്വമാണ്. എനിക്കറിയാം, മാതാ അമൃതാനന്ദമയ്യെ പോലെ അമ്മമാര് ഈ സംസ്കാരത്തെ മുഴുവൻ ലോകത്തിലേക്ക് പടർത്തി കൊടുക്കുന്ന ഇല്ലേ മഹാരഥന്മാരുടെ കൂട്ടത്തിൽ പെടുന്ന സന്യാസി വരികയാണ്. പക്ഷേ എൻ്റെ അമ്മ കഴിഞ്ഞേ ഉള്ളൂ ഈ ലോകത്ത് എനിക്ക് എന്തും അല്ലേ? ആ അമ്മയെ പൂജിക്കാനും ആദരിക്കാനും ഭാരതം പഠിപ്പിച്ചു. അടുത്ത എന്താ പഠിപ്പിച്ച്? പിതാവ്. അമ്മ ദേഷ്യം വരുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യം പരിമോളോട് അത് ഏറ്റവും കൂടുതൽ പറയുന്നത്, ഞാൻ 10 മാസം ചുമന്ന് പറ്റതാണ് അല്ലേ? പറയത്തില്ല, എല്ലാ അമ്മമാരും പറയും. ഇതൊന്നും പറയാത്ത ഒരു നിർജീവിയുണ്ട് ലോകത്തറിയോ? ഒരിക്കലും കണക്ക് പറയാതെ ജന്മം മുഴുവൻ എനിക്കായി ജീവിച്ച് എനിക്ക് വേണ്ടി ഉരുകിത്തീർന്ന, എനിക്ക് വേണ്ടി നശിച്ച എൻ്റെ അച്ഛൻ അല്ലേ? ആ മാതാപിതാക്കള് എപ്രകാരമാണോ തളർന്നുകൊണ്ടിരുന്നത്, അവരുടെ തളർച്ച വളമാക്കി നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമ്മൾ അവരെക്കാൾ വേണ്ടിൽ വളർന്നു എന്ന് ഒരു തോന്നലുണ്ടാവും. മലയാളിക്ക് അത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അല്ലേ? മലയാളിക്കല്ലേ കൊണ്ടുവരുന്നത്? കേരളത്തിലെ ലോകത്തെ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ള നാട്, വിദ്യാസമ്പന്നരുടെ നാടായ കേരളമാണ് അല്ലേ? മറ്റു നാടുകളിൽ ചെന്ന് നോക്ക്, രാജസ്ഥാനിലും ഹരിയാനയിലും യു പിയിലും ചെന്ന് നോക്ക്, 90, 100 കഴിഞ്ഞ വയസ്സത്ത് എന്നൊക്കെ ഇരിക്കുക. ആ വടി ഇങ്ങനെ കാണിക്കുന്നിടത്ത് നിൽക്കും ഒരു കുടുംബം മുഴുവൻ.
അതാണ് ഭാരതീയ സംസ്കാരം അല്ലേ. മാതൃ പിതൃ, അടുത്തതാരാ? ഗുരു. നമ്മൾ ഗുരുവിനൊക്കെ ഇപ്പൊ എന്താ ആചരവാ അല്ലേ, എന്തൊരു ആദരവാ കൊടുക്കുന്നത്. ഗുരുവിന്റെ രക്തസാക്ഷി മണ്ഡപം പണിയുന്നു, ഗുരുവിനെ റീത്ത് വെക്കുന്നു, ഗുരുവിന് സംസ്കാരം ശവസംസ്കാരം നടത്തുന്നു അല്ലേ. ഗുരുപൂജ ചെയ്യാൻ പാടില്ല. സാക്ഷാൽ രാമായണത്തില് വസിഷ്ഠ മുനി ഒരു സാധാരണ മഹർഷി മാത്രമാണ്. ശ്രീരാമൻ ആരാൻ നമുക്കറിയാം അല്ലേ. സാക്ഷാൽ മര്യാദാ പുരുഷോത്തമനായ രാമൻ സാക്ഷാൽ നാരായണ സ്വാമിയുടെ അവതാരമാണ്. പക്ഷേ വസിഷ്ഠ മുനിയുടെ പാതാരബിന്ദം കഴിച്ചിട്ട് ആ തീർത്ഥമെടുത്ത് ശിരസിൽ ധരിക്കുന്ന രാമനെ കണ്ടു പഠിച്ചവരാണ് സനാതന ധർമ്മ വിശ്വാസികൾ. അവർ ഗുരുവിന്റെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കും അല്ലേ. ശരിയാണോ? ശരിയാണ്. നമ്മുടെ കയ്യിലേക്ക് കുറ്റം പറയണമെന്ന് ധരിക്കരുത്. നമ്മുടെ കയ്യിലേക്ക് ഒരു പുസ്തകം എടുത്ത് ആരെങ്കിലും തരികയാണെങ്കിൽ ഇരു കൈകളും കൂപ്പി മനസ്സിൽ ആ പാതാരബിന്ദങ്ങളിൽ ഒരു 100 വട്ടം നമിച്ചതിന് ശേഷം ആ പുസ്തകം കൈകൊണ്ട് പോകാം അല്ലേ. പുസ്തകം എന്താണ്? അറിവാണ്. അത് ഈ കുഞ്ഞാണ് തരുന്നതെങ്കിലും ഞാൻ തൊഴുന്നത് ഈ കുഞ്ഞിനെയല്ല, ഞാൻ നമിക്കുന്നത് ആ കുഞ്ഞിനെയല്ല, ആ കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള നാരായണനെയാണ് അല്ലേ. നമ്മളൊക്കെ ആരെങ്കിലും നമസ്തേ പറയാൻ നോക്കിയിരിക്കും, നമ്മൾ തിരിച്ചു പറയാനല്ലേ. എൻ്റെ ഭാര്യ എപ്പോഴും പറയും, അപ്പുറത്തുള്ള വീട്ടിൽ അവർ ആ പുള്ളിയോട് ഞാൻ നമസ്തേ പറയുമ്പോൾ ചേട്ടൻ പറയാം, അയാൾ പറഞ്ഞിട്ട് പറഞ്ഞാൽ പറയാം. നമുക്കൊരു അഭിമാനം ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണത്? തൻ്റെ മനസ്സിലുള്ള ആ ഭാവം, ഞാനെന്ന അഹംഭാവം കൊണ്ട് ഒരു കുഞ്ഞിനെ കണ്ടാൽ പോലും നമിക്കണം. നമ്മൾ പറഞ്ഞു വന്നത് മാതൃ പിതൃ പുത്രബന്ധം അല്ലേ. നമ്മൾ കണ്ടു അച്ഛന് ഇച്ഛിക്കേണ്ട കാര്യമില്ല. അച്ഛൻ തന്നെ പറയുന്നുണ്ട്, നീ അധികാരം ഏറ്റെടുത്തോളൂ, എൻ്റെ വാക്ക് കേൾക്കണ്ട. പക്ഷേ അച്ഛൻ്റെ ആഗ്രഹത്തെ, അച്ഛൻ്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് എൻ്റെ സാമ്രാജ്യം വിട്ടുപോയ രാമന്റെ നാടാണ് ഭാരതം. അച്ഛനെ പിടിച്ച് ജയിലിലിട്ടിട്ട് അധികാരത്തിലേറിയ പറഞ്ഞു നിങ്ങളൊക്കെ വായിക്കൊണ്ടാണ് പേര് അല്ലേ. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള നളന്ദ വിശ്വവിദ്യാലയം ഒക്കെ തകർത്ത ഔറംഗസീബിന്റെ നാടല്ല ഭാരതം അല്ലേ. അച്ഛന് തന്റെ യൗവനം തന്റെ അച്ഛന് നൽകിയിട്ട് അച്ഛന്റെ വാർദ്ധക്യം ശിരസിലേറ്റിയ പൂരുവിന്റെ നാടാണ് ഭാരതം അല്ലെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ അതാണ് പഠിക്കേണ്ടത്, അതാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. രാമായണത്തിലും അതാണ്. ആ സാമ്രാജ്യം ഉപേക്ഷിച്ച് അച്ഛനില്ലാത്ത ഇച്ഛയൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ സാമ്രാജ്യം ഉപേക്ഷിച്ച് ഈ നാട് വിട്ട് അല്ലെ വനവാസത്തിന് പോയ രാമന്റെ ഭാരതം, പിതൃപുത്ര ബന്ധത്തിന്റെ ഒരു കഥയാണ് അത്. ഇനി രാവണനെ സഞ്ചരിച്ചെന്നാലും അച്ഛന്റെ ആശയ്ക്കും ഇച്ഛയ്ക്കും വേണ്ടി അല്ലെ, അച്ഛന്റെ ആശയ്ക്കും ഇച്ഛയ്ക്കും വേണ്ടി തന്റെ ജീവത്യാഗം ചെയ്ത മക്കളെ അവിടെ കാണാൻ പറ്റും അല്ലെ. അപ്പം മാതൃ പിതൃ പുത്രബന്ധം എന്താണെന്ന് പഠിപ്പിച്ചു. ഇനി സഹോദര ബന്ധം. നമ്മുടെ നാടിന്റെ സഹോദര ബന്ധം എന്താണെന്ന് നമുക്കറിയാല്ലേ. പെങ്ങളെ തട്ടിയെടുക്കാൻ ആങ്ങളെ തട്ടിയെടുക്കാൻ പെങ്ങളും കൂട്ടമത്സരത്തിനിടെ തന്തയ്ക്ക് അടിയും കിട്ടുന്നുണ്ട്. അങ്ങനെ ഒത്തിരി വീടുകൾ ഇല്ലേ. അവിടെ അധികാര കസേര തന്റെ അമ്മ തനിക്ക് വാങ്ങി നൽകിയിട്ടും, അധികാര കസേര തന്റെ മാതാവ് തനിക്ക് വാങ്ങി നൽകിയിട്ടും ആ കസേര ത്യജിച്ചിട്ട് ശ്രീരാമന്റെ പാദുകവും ശിരസിലേറ്റി അല്ലേ, ശ്രീരാമന്റെ പാദുകവും ശിരസിലേറ്റി. നമ്മുടെ കേരളത്തിൽ ഒരാൾ പറഞ്ഞ ആപ്പിൾ ചെരുപ്പിട്ടുകൊണ്ട് പോയത് അതും മേടിച്ചുകൊണ്ട് പോകുന്നു കാട്ടിലും. ഈ അടുത്ത കാലത്ത് പറഞ്ഞു ആ ശ്രീരാമ പാദുകവും ശിരസിലേറ്റി. ഈ പവിത്രമായ ആ പാദുകം സിംഹാസനത്തിൽ വെച്ച് തൊട്ടടുത്ത് സന്യാസി വരുന്നേ പോലെ ജടാവൽക്കരധാരികളായി നിന്ന് ഭരിച്ച ഭരതന്റെ നാടാണ് ഭാരതം അല്ലേ. ഈ ഭാരതം എവിടെ നിന്നുണ്ടായി? ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഒരു നേതാവ് പ്രസംഗിക്കുന്ന കേട്ടു, ഇംഗ്ലീഷുകാരൻ വന്ന ശേഷം ഇന്ത്യ ഉണ്ടായി. ഇംഗ്ലീഷുകാരൻ വന്ന ശേഷം ഇന്ത്യ ഉണ്ടായി. ശരി, ഇംഗ്ലീഷുകാരൻ വന്ന ശേഷം ഇന്ത്യ ഉണ്ടായി അല്ലേ. പക്ഷെ ഭാരതവും ചിന്തിച്ചു നോക്കിയ ഭാരതം എന്താണ്ടായി? ഭാരതത്തിന്റെ മഹത്വം എന്താണ് ഭാരതം? കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? ഈ ഭാരതം ഒരു മഹാസാമ്രാജ്യം, അജനാഭം എന്ന മഹാസാമ്രാജ്യം, അജനാഭം എന്ന മഹാസാമ്രാജ്യം ഭരതനാൽ ഭരിക്കപ്പെട്ടുകൊണ്ട്. രാമായണത്തിലെ ഭരതനല്ല, ആണോ? അല്ല, പിന്നെ ജഡഭരതൻ എന്നൊരു ഭരതൻ അല്ലേ. സ്വയംഭൂമനുവിന്റെ പൗത്രനായ ജഡഭരതൻ ഭരിച്ചത് കൊണ്ടാണ് ഈ ഭാരതം ഉണ്ടായത്. അവിടെയാണ് 7 ഭൂഖണ്ഡങ്ങളെ കുറിച്ച് പറയുന്നത്.
നമ്മുടെ സംസ്കാരമാണ് ലോകത്തിന് 7 ഭൂഖണ്ഡങ്ങൾ ഉണ്ടെന്ന് ഭാഗവതത്തിൽ എഴുതിയിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? സപ്തസാഗരങ്ങളും സപ്തദ്വീപുകളും 7 ഭൂഖണ്ഡങ്ങളും 7 സമുദ്രങ്ങളും ഉണ്ടെന്ന് ലോകത്തോട് പറഞ്ഞത് ഭാരതമാണ്. നവഗ്രഹങ്ങളെ കുറിച്ച് ലോകത്തെ പഠിപ്പിച്ചത് ഭാരതമാണ്. ലോകത്ത് ആദ്യമായി ശസ്ത്രക്രിയ നടത്തിയത് ഭാരതത്തിലാണ്. ലോകത്തെ ഏറ്റവും ആദ്യത്തെ ഡോക്ടർ ഭാരതത്തിലെയാണ്. ഏറ്റവും വലിയ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചവൻ ഭാരതത്തിലെയാണ്. ഏറ്റവും വലിയ ഫിസിഷ്യൻ ഫിസിക്സ് പഠിപ്പിച്ചവൻ ഭാരതത്തിലാണ്. അല്ലേ? ആണോ അല്ലേ? നമ്മുടെ കുട്ടികൾക്ക് അറിയാമല്ലോ. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞാലാ ഭാഗവതത്തിലാണ് പറഞ്ഞത്. ഭൂഗോള വർണ്ണന ഭാഗവതത്തില് പഞ്ചമസ്കന്ധത്തില് ഭൂഗോള വർണ്ണനയുണ്ട്. 5ാമത്തെ സ്കന്ധത്തില് ഭൂഗോളത്തെ വർണ്ണിക്കുന്നുണ്ട്. ഭൂഗോളം ഉരുണ്ടെന്നല്ലേ പറഞ്ഞ ഗോളം എന്ന് വെച്ചാൽ. ഇപ്പൊ ആരാ പറഞ്ഞതെന്ന് പറയും? നല്ല ഇങ്ങനെ ആരാ പഠിപ്പിച്ചെന്ന് പറയും. പുള്ളി അവർ കൊണ്ടുവരുന്നു കേട്ടോ. പറഞ്ഞാണ് ഉരുണ്ടാന്ന് പറഞ്ഞാൽ പുള്ളിയെ കൊണ്ടു. അല്ലേ? ശാസ്ത്രത്തിന്റെ സത്യങ്ങൾ ലോകത്തിന് വിളിച്ചോതിയത് ഭാരതം. ഞാൻ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. ഞാൻ സനാതന ധർമ്മത്തിലേക്ക് പോയതുകൊണ്ട് മാത്രം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. രാമായണത്തിലെ അതിസുന്ദരമായ 3 ഉപദേശങ്ങൾ രാമായണത്തിലുണ്ട്. 3 ലക്ഷ്മണോപദേശങ്ങൾ. ഒന്ന് രാമായണത്തിന്റെ അയോധ്യാകാന്ഡത്തില്, 2 ആരണ്യകാന്ഡത്തില്, 3 കിഷ്കിന്ധാകാന്ഡത്തില്. ഒരെണ്ണം മാത്രം ലക്ഷ്മണൻ ചോദിക്കാതെ പറയുന്നതാണ്. ബാക്കിയെല്ലാം ലക്ഷ്മണൻ ചോദിച്ചത് അല്ലെ ലക്ഷ്മണൻ ദേഷ്യപ്പെട്ടതിന് മറുപടിയായി പറയുന്നതാണ്. അല്ലേ? വായിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും മനസ്സിലായോ? ലക്ഷ്മണോപദേശം ശ്രീമദ് ഭാഗവതത്തിലെ അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണോപദേശം. അയോധ്യാകാന്ഡത്തിൽ ലക്ഷ്മണോപദേശം വരുന്നത് രാമനോട് ലക്ഷ്മണൻ പറയുന്നു, അച്ഛനെ പിടിച്ച് ജയിലിലിട്ടിട്ട് അല്ലെ അച്ഛനെ പിടിച്ച് കൊന്നിട്ട് അല്ലെ അച്ഛനെ ബന്ദിയാക്കിയിട്ട് നിനക്ക് രാജ്യം തരാം. ആ സമയത്ത് കുറെ കാര്യങ്ങൾ ലക്ഷ്മണൻ പറയുന്നുണ്ട്. ലക്ഷ്മണനോട് രാമൻ പറയുന്നുണ്ട്. അതെല്ലാവരും ശ്രദ്ധയോട് കേൾക്കുക, അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ഒന്ന്, നീ എന്നെ കുറിച്ചുള്ള കാര്യവും നീ ആരാണെന്നും ഒക്കെ ഞാൻ അറിയുന്നു. എല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത്. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും ഈ രാജ്യവും ഈ ദേഹവും കാണുന്നതാണല്ലേ, നമ്മൾ കാണുന്നതും വിശ്വവും നിശേഷ ധാന്യധനാദിയും ഈ ധാന്യങ്ങളും ധനവും സമ്പത്തും ഒക്കെ സത്യമെന്നാകിലേത പ്രയാസം തവ. ഇത് സത്യമാണെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും അർത്ഥവുമില്ലേ? ഇത് സത്യമാണ്. സത്യമാണെങ്കിൽ എന്നും നിലനിൽക്കണം. ഇല്ലേ? നിലനിൽക്കുമോ? നിലനിൽക്കില്ല. അല്ലേ? നമ്മൾ പഠിക്കേണ്ടത് അവിടെയാണ്. ഈ രാജ്യവും ഈ ദേഹവും ഗേഹവും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഇതൊന്നും ആരുടെ കയ്യിൽ നിൽക്കുന്നതല്ല എന്ന പരമമായ സത്യം പറഞ്ഞിട്ട് അദ്ദേഹം പറയാം, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. ഈ ഭോഗങ്ങളെല്ലാം ക്ഷണനേരത്തേക്ക് മാത്രമേ ഉള്ളില്ലേ. അത് കഴിഞ്ഞാലോ നമ്മളെ വെട്ടിപ്പിടിക്കാനും തട്ടിപ്പറിക്കാനും തട്ടിയെടുക്കാനും ഒക്കെ പരക്കം പായുമ്പോൾ എല്ലാം നേടിക്കഴിയുമ്പോൾ പിന്നെയും നേടാൻ തോന്നില്ലേ. പിന്നെ ആഗ്രഹം കൂടുകയാണ്. അപ്പൊ അത് ക്ഷണപ്രഭാചഞ്ചലമാണ്. വേഗേന ആയുസ്സും പോയിടുവറിയാതെ വളരെ പെട്ടെന്നാണ് ഈ ആയുസ് പോകുന്നത്. അല്ലേ? ശരിയല്ലേ? ഇപ്പൊ കേരളത്തിലാണ് 50 വയസ്സിൽ താഴെയുള്ള പിള്ളേരെ നിന്ന് ആത്മഹത്യയാക്കുന്നത്. അല്ലേ? 50 വയസ്സിൽ താഴെയുള്ള പിള്ളേരാണ് ഹൃദയസ്തംഭനം മൂലം മരിക്കുന്നത്. എന്താന്ന് ചോദിച്ചാൽ പറയും, നരേന്ദ്രമോദിയുടെ വാക്സിന്റെ കുഴപ്പമാണ്. എന്തെങ്കിലും പറയണ്ടേ? എന്താ കുഴപ്പം? റോഡിന്റെ സൈഡിൽ ഇരിക്കുന്ന ആഹാരം നോക്കിയാൽ മതി, അതാ കുഴപ്പം. ഇല്ലേ? ആൽഫ തീറ്റ എന്തൊക്കെയാ മക്കളെ പേര്? അല്ലേ? നമ്മുടെ അനിയച്ചാരൊക്കെ പറയുന്നത് കേൾക്കണം. കാലൊരു ലെഗുമാണ് എൻ്റെ മോനെ നമ്മൾ വളരെ അഭിമാനത്തോടെ പറയുന്നത്. 2 കാലുമാണ് ഒരു ദിവസം. അതാണ് ആ കുട്ടികളെ നശിപ്പിക്കുന്നത്. നമ്മളൊക്കെ സൗമ്യമായ ആഹാരം കഴിച്ച് പഠിച്ച് വളർന്നു വന്നവരാണ്. അല്ലേ? ആണോ അല്ലേ? 2.5 കിലോമീറ്റർ നടന്നു പോയി സ്കൂളിൽ പോയിട്ട്, പിന്നെ 2.5 കിലോമീറ്റർ നടന്ന് ട്യൂഷന് പോയിട്ട്, അത് കഴിഞ്ഞ് വന്നിട്ട് കിട്ടുന്ന ആഹാരം കഴിക്കുന്നു, പിന്നെയും പഠിക്കുന്നു, പോകുന്നു, ജോലി ചെയ്യുന്നു, അങ്ങനെ ജീവിച്ചു. അങ്ങനെയുള്ള കുട്ടികൾക്ക് ആരോഗ്യം സംരക്ഷിക്കപ്പെടും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതാണ് നമ്മുടെ മരണത്തിന് കാരണം. അല്ലേ? അതാ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന ആയുസ് പോയി. പിന്നെ ഒരു കാര്യം ഭഗവാൻ പറയുന്നുണ്ട്, ചക്ഷുശ്രവണകളസ്തമാന്തർദുരം
ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോലെ ചക്ഷുശ്രവണകളസ്തമാന്തർദുരം. ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോലെ പാമ്പിന്റെ വായിലിരുന്നുകൊണ്ട് തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. അടുത്ത കാര്യം ഓർത്തു വെച്ചാൽ മതി. കാലാഹിനാപരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. അല്ലെ? പാമ്പിന്റെ വായ, കാലസർപ്പമാകുന്ന പാമ്പിന്റെ വായിൽ ഇരുന്നുകൊണ്ടാ ഈ വെട്ടിപ്പിടിക്കാനും തട്ടിപ്പറിക്കാനും തട്ടിയെടുക്കാനും നമ്മൾ പരക്കം പായുന്നു. അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലേ? ഇത് തന്നെ നമുക്കൊരു പാഠം. ചെറുപ്പകാലത്ത് കഴിയുന്നത്ര സമ്പാദിക്കാനുള്ള തിരക്കണത്തിന് ഒന്നും കഴിക്കത്തുമില്ല. വയസ്സാവുമ്പോൾ ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോളായി കഴിക്കാനും പറ്റത്തില്ല. എന്തിനായി വെട്ടിപ്പിടിച്ച്? അല്ലേ? അപ്പൊ ഇതാണ് ചക്ഷുശ്രവണകളസ്തമാന്തർദനം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ. അല്ലെ? കാലാഹിന ഓരോ കാലഘട്ടത്തിലും ആ കാലസർപ്പത്തിന്റെ വായിലിരുന്നുകൊണ്ട് നമ്മളെ ഭോഗങ്ങൾ തേടുന്നു. അല്ലെ? രാമൻ പറയുകയാണ്. ഇത് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ നമുക്ക് പറഞ്ഞതാണ്. പിന്നെ പുത്രമിത്ര അർത്ഥകളത്രാണി എത്രയും അല്പകാലസ്ഥം ഓർക്ക നീ. പുത്രനായാലും മിത്രമായാലും കളത്രമായാലും. അല്ലേ? ഒരു കഴിയുമ്പോൾ പുത്രൻ ജീവിച്ചിരുന്നാൽ തന്നെ അവരുടെ കുറെ പ്രായമായി കഴിയുമ്പോൾ ഡിം അമ്മയിൽ നോക്കിയിരിക്കുക മക്കളെ. അല്ലേ? മാനെ ഒന്ന് കാണാൻ, കൊച്ചുമക്കളെ ഒന്ന് കാണാൻ അമ്മ നാട്ടിൽ കാത്തിരിക്കുക. ഒത്തു കിട്ടിയാൽ ആ വല്യമ്മയെ പിടിച്ച് ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയിട്ട് വല്ലപ്പോഴും ദക്ഷിണ കൊടുക്കാൻ വരും. അല്ലേ? വൃദ്ധസദനത്തിൽ എന്തെങ്കിലും കൊടുക്കണ്ടേ? അതിന് വരുന്ന മക്കള് ക്ഷണപ്രഭാചഞ്ചലല്ലേ? ചിലപ്പോഴോ നഷ്ടപ്പെട്ടു പോകാം. ഭാര്യയും എല്ലാം പുത്രമിത്ര കളത്ര ഭേദങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലമാണ്. ഈ കാണുന്ന ലോകത്ത് നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ മാത്രമേ ഇതൊക്കെ സത്യമുള്ളൂ. അടുത്ത് പറയുന്ന ഒരു ശ്ലോകം വളരെ ശ്രദ്ധയോട് പഠിക്കുക. പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെ എത്രയും ചഞ്ചലം ആലയ സംഗമം. പഠിച്ചായിരുന്നു? എന്താ നോക്കിയായിരുന്നു? പാന്തർ പെരുവഴിയമ്പലം തന്നിലെ. പാന്തരാരാ? വഴിയാത്രക്കാരൻ. പെരുവഴിയമ്പലം മക്കളെ നിങ്ങളൊന്നും വിചാരിച്ച കാണത്തില്ല. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. എല്ലാ ഗ്രാമപ്രദേശത്തും ഒരു ജംഗ്ഷൻ ഉണ്ടാവും. അവിടെ ഒരു പെരുവഴിയമ്പലം ഉണ്ടാവും, ഒരു വഴിയമ്പലം. എല്ലാവർക്കും വരുന്നവർക്ക് വിശ്രമിക്കാൻ അവിടെ രണ്ട് കാര്യങ്ങളുണ്ടാവും. ഒരു ചുമടുതാങ്ങി ഉണ്ടാവും. രണ്ട് കല്ലിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലിൽ ഇങ്ങനെ വെക്കും. അത്താണി എന്നൊക്കെ ചിലടത്ത് പറയും. ആ കാലഘട്ടത്തിൽ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് തന്ന സന്ദേശമാണ്. ഞാനൊരു ചുമട് കൊണ്ട് വന്നാൽ ആ ചുമടുതാങ്ങിയിലേക്ക് ആരുടെയും സഹായം ഇല്ലാതെ വെക്കുന്നു. അവിടെ വെള്ളം കൊടുത്തിട്ടുണ്ടാവും. അവിടെ ആരെങ്കിലും ദീപം തെളിയിച്ചിരിക്കും രാത്രിയാണെങ്കിൽ അവിടെ വിശ്രമിക്കാം. അവിടെ പെരുവഴിയമ്പലം ഉണ്ടാവും. അപ്രകാരം വഴിയാത്രക്കാരൻ പെരുവഴിയമ്പലത്തിൽ കടന്നിട്ട് പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി വന്നു. വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാട്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. കുടുംബം എന്ന ആ സംഗമം അത്രേ ഉള്ളൂ. അല്ലേ? അച്ഛൻ വന്നു, അമ്മ വന്നു. അമ്മയ്ക്ക് അച്ഛന് 2 പിള്ളേരുണ്ടായി. പിള്ളേർ കല്യാണം കഴിച്ചു. അവർക്ക് 2 പിള്ളേരുണ്ടായി. ആദ്യം അച്ഛൻ പോയി. അല്ലേ? പിന്നെ മോള്, കൊച്ചുമോള് പോയി. പിന്നെ മോൾ, അമ്മ പോയി. ഇങ്ങനെ ആരെപ്പോൾ പോകുമെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇതിനെയാണ് നമ്മൾ വെട്ടിപ്പിടിക്കാനും തട്ടിപ്പിടിക്കാനും ഒക്കെ കിടക്കുന്നത്. ഇതാണ് ആലയം. പാന്തർ പെരുവഴിയമ്പലം തന്നിലെത്താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. ഇനി അത് മാത്രമല്ല, അടുത്ത ശ്ലോകത്തിൽ അതിനേക്കാൾ ബൃഹത്തരമായ ഒരു കാര്യം പറയുന്നു. ലക്ഷ്മി അസ്ഥിരയല്ലോ മനുഷ്യർക്ക്. ലക്ഷ്മി ധനം അസ്ഥിര ആരുടെയും ഇരിക്കൂ. കുറച്ച് സമയം മാത്രമേ ഇരിക്കൂ. ഇരുന്നില്ലെങ്കിലോ ഒരു പ്രയോജനം ഇല്ലാതിരിക്കും. അല്ലേ? ഈ ബെഡിനകത്തൊക്കെ കെട്ടിവെക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് എന്താ പ്രയോജനം? ലക്ഷ്മി അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. ഈ യൗവനം അല്ലാതെ നിൽക്കുമോ? ഞാനൊക്കെ ആരായിരുന്നു അറിയോ? സുന്ദരനായിരുന്നു കാണാൻ. ഇപ്പോഴോ? അമ്മ എപ്പോഴും പറഞ്ഞില്ലേ സുന്ദരനായിരുന്നു പറയുന്നത്. ഇപ്പോഴെന്തായി? താടിയൊക്കെ വെളുത്തു. പെണ്ണുമ്പിളെപ്പോഴും പറയും കറുപ്പിക്കും. നമുക്ക് അവിടെ ആഗ്രഹം. ഇത് കറുപ്പിച്ചിട്ടും വലിയ കാര്യമില്ല. കറക്കുന്നതിനനുസരിച്ച് അടിയിൽ നിന്ന് വെളുത്തു തുടങ്ങും. വെറുതെ ഒരു അനാവശ്യ കാര്യത്തിന് സമയം കളയണം. വെറുതെ വേണോ? ഇല്ല. കാരണം ഈ യൗവനം നിലനിൽക്കില്ല. നമ്മുടെയൊക്കെ വിചാരം എന്താണ്? തൻ്റെ അമ്മയ്ക്ക് നേരെ കൈ ഓർക്കുമ്പോൾ തൊട്ടപ്പുറത്തൊരു പുത്രനുണ്ടാവും. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് മറക്കുന്ന മക്കൾ മാത്രമേ
അമ്മയ്ക്ക് നേരെ കയ്യോങ്ങുന്നു, അല്ലെ അച്ഛന് നേരെ കയ്യോങ്ങുന്നു. ഞങ്ങളുടെ അടുത്ത് ഒരു ജ്യോതിഷി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്തൊരു പയ്യൻ കുട്ടികളില്ലായിരുന്നപ്പോൾ ഈ പയ്യൻ പോയി ജ്യോതിഷിയെ കണ്ടു. പറഞ്ഞു, ആത്മാൻ നമുക്ക് കുട്ടികളില്ല, എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ജ്യോതിഷി പറഞ്ഞു, പുള്ളി ഒരു നല്ല സാധാരണക്കാരല്ല, അല്ലെ കള്ളമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആളല്ല. പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യും, വീട്ടിൽ അച്ഛനുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്. അച്ഛൻ മാറി ഇരിപ്പുണ്ടായിരിക്കും, പോയി ഒറ്റ അടി കൊടുക്കാൻ പറ്റും, നിനക്ക് കുട്ടികളുണ്ടാവില്ല. കുട്ടികളുണ്ടാവണമല്ലോ, പോയി കരണക്കുട്ടിക്ക് ഒറ്റ അടി കൊടുത്തു അച്ഛൻ്റെ. അവൻ്റെ ഭാര്യ ഗർഭിണിയായി. അപ്പം പോയി ജ്യോതിഷിയെ കണ്ടു. ജ്യോതിഷി പറഞ്ഞു, നിനക്ക് തരണ്ടേ, എൻ്റെ ഒരു പുത്രനുണ്ടാവണ്ടേ, നിനക്ക് തിരിച്ചു തരാൻ നിനക്ക് എന്തായാലും ഒരു പുത്രനുണ്ടാവണ്ടേ, നീ കൊടുത്തത് നിനക്ക് തിരിച്ചു തരണ്ടേ, അല്ല എൻ്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെയും അതാണ്. ദശരഥ മഹാരാജാവ് കൊടുത്ത ഒരു തെറ്റ്, 2 തെറ്റുകൾ അദ്ദേഹം ചെയ്തു. ഒന്ന്, ഭാര്യയോട് പറഞ്ഞു, എന്താ പറഞ്ഞത്, വരം കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലേ. ഭാര്യ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കുന്നത് ഭാര്യയുടെ കടമയാണ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തെങ്കിൽ തന്നെ വല്ല വിശ്വസ്ത സ്ഥാപനത്തിൽ നിന്ന് വല്ല സ്വർണമോ സാരിയോ വല്ലതും മേടിച്ചു കൊടുത്താൽ പോലെ. അതിന് വേറെ ഈ പുള്ളിക്കാരൻ എന്താ പറഞ്ഞത്, 2 വരം തരാം. വരം കൊടുക്കുകയാണ് ചെയ്ത്, നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ ചോദിച്ചോളാം. ചോദിച്ചു, ഭാര്യ ചോദിക്കേണ്ടാത്ത സമയത്ത്. രണ്ടാമത്തെ തെറ്റ് അദ്ദേഹം ചെയ്ത്, ആന കാട്ടിലും നഗരത്തിന് പോകുമ്പോൾ ആന കുംഭത്തിൽ അമ്പസ് കൊള്ളുന്ന ശബ്ദം കേട്ടിട്ട് അത് ആനയാണെന്ന് കരുതി. പക്ഷെ ഒരു കുട്ടിയായിരുന്നു, മുനികുമാരനായിരുന്നു. ആന തുമ്പിയിൽ അമ്പസ് കൊള്ളുന്ന ആണെന്ന് ഓർത്തുകൊണ്ട് ആ കുട്ടിയെ കൊന്നു. അവർ ശമിച്ചു, പുത്രദുഃഖത്താൽ മരിക്കട്ടെ. വസിഷ്ഠനോട് ദശരഥൻ പറയുന്നുണ്ട്, എനിക്ക് ഇതുവരെ കുട്ടികളൊന്നുമില്ലെന്ന്. ഇപ്പം വസിഷ്ഠൻ പറയുന്നുണ്ട്, നിനക്ക് കുട്ടികൾ എന്തായാലും ഉണ്ടാവും അല്ലേ, കാരണം മുനിമാരുടെ ശാപം ഒരിക്കലും പാഴാവില്ല. അതുകൊണ്ടാണ് വൈഭണ്ഡകനെ വരുത്താൻ പറയുകയാണ്. വൈഭണ്ഡകൻ ആരാ? ദശരഥ മഹാരാജാവിന്റെ മരുമോനാണ്. വാൽമീകി രാമായണം പഠിച്ചു നോക്കണം. വൈഭട്ടകൻ എന്ന് പറഞ്ഞ ആരാ? നമ്മുടെ MD വാസുദേവൻ നായർ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ആളാണ്. കേട്ടിട്ടുണ്ട്. വൈശാലി എന്ന കഥ കണ്ടു. വിശ്വശൃംഖൻ എന്നൊരു കഥാപാത്രത്തെ കണ്ടിട്ടുണ്ട്. ആ വിശ്വശൃംഖനെയാണ് വൈഭട്ടകൻ എന്ന് പറയുന്നത്. ആ, ശാന്ത എന്നൊരു പുത്രി ഉണ്ടായിരുന്നു. ആ പുത്രിയുടെ ഭർത്താവാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ പൂർണ്ണകഥകൾ നമ്മുടെ ഉത്തരരാമായണം വായിച്ചാൽ മനസ്സിലാവും. അതിൽ പറയുന്നു. നമ്മൾ ഉത്തരരാമായണം വായിക്കത്തില്ല അല്ലേ. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു അടുത്ത കാര്യം, സ്വപ്ന സമാനം കളത്ര സുഖം നൃണാം അല്പമായുഷും നിരൂപിക്ക ലക്ഷ്മണ. കളത്ര സുഖവും, കളത്രം ഭാര്യാസുഖവും സ്വപ്ന സമാനമാണ്. ഒരു നിമിഷം മതി ഇല്ലേ എല്ലാം പൊട്ടിച്ചു തരാൻ, എല്ലാം ഇല്ലാതാവാൻ. അതുകൊണ്ട് നമ്മൾ അതിലും അഹങ്കരിക്കാൻ പാടില്ല എന്നും രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു വാട്, ആമ കുംഭാമ്പ് സമം ആയുസ്. അതും വായിച്ചില്ലേ? എന്താ ആമ കുംഭാമ്പ് സമം ആയുസ്? പച്ചമൺകലത്തിലെടുത്ത വെള്ളത്തിന് സമമാണ് നമ്മുടെ ആയുസ്. അത്രേ ഉള്ളൂ. പച്ചമൺകലത്തിൽ വെള്ളം എടുത്താൽ എന്ത് പറ്റും? അത്രേ ഉള്ളൂ ആയുസ്. ഇതിനുവേണ്ടി നമ്മൾ പരക്കം പറയുന്നു ആണല്ലോ. ഇവിടെയാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്ന മഹാശുദ്ധിയുടെ കഥകൾ നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞു പഞ്ചശുദ്ധിയോടെ ജീവിക്കാൻ. പഠിച്ചായിരുന്നു, പറഞ്ഞായിരുന്നു. എന്താ പഞ്ചശുദ്ധി? എന്താ പഞ്ചശുദ്ധി? പഞ്ചശുദ്ധിയോടെ ജീവിക്കാൻ പറഞ്ഞു, അല്ലെ പഞ്ചശുദ്ധിയോടെ ജീവിക്കണമെന്ന് പറഞ്ഞു. എന്താ പഞ്ചശുദ്ധി? 5 പ്രകാരത്തിലുള്ള ശുദ്ധി നമുക്ക് അനിവാര്യമാണ്. ഒന്ന് വാക്ശുദ്ധി. വാക്കുകൾ, വാക്കിന്റെ ദേവത ആരാന്നറിയോ? അഗ്നിയാണ്. കത്തിച്ച് കളയും. ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു അടി കൊടുക്കാനും കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞ് മറന്നുപോകും. പക്ഷെ ഒരു വാക്ക് അതൊരു കാലത്തും ആയില്ല. അതവരുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് നമ്മുടെ ഭാര്യയും അച്ഛനും നമ്മുടെ ഭാര്യയും അമ്മയൊക്കെ ഭയങ്കര യുദ്ധം നടക്കുമ്പോഴും ഞാനിങ്ങനെ മുന്നാണ്. ഭാര്യയുടെ പക്ഷം പിടിച്ചാൽ അമ്മ വടങ്ങും, അമ്മയുടെ പക്ഷം പിടിച്ചാൽ ഭാര്യ വടങ്ങും. നമ്മുടെയൊക്കെ വീടുകൾ നടക്കുന്ന സംഭവം അല്ലേ? സ്വാഭാവികമാണ്. കാരണം എന്താണ്? ഇന്നലെ വരെ അമ്മയായിരുന്നു എനിക്ക് ചായ കൊണ്ട് തന്നെ, ശരിയല്ലേ? രാവിലെ ചായ കൊണ്ട് തന്നെ, കുളിക്കാൻ പോകുമ്പോൾ സോപ്പ് കൊണ്ട് തന്നെ അമ്മയാണ്. പക്ഷെ ഇന്നൊരു ദിവസം പെട്ടെന്നൊരു പെണ്ണിന് എടുത്തുകൊണ്ട് വരുമ്പോൾ അമ്മയ്ക്ക് സഹിക്കുമോ? പെണ്ണുങ്ങൾക്ക് സഹിക്കൂ. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. ശരിയല്ലേ? സഹിക്കത്തില്ല. അത് ഞങ്ങളെ പറഞ്ഞു വരുന്നത് നമ്മൾ ഓർക്കാൻ, നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി തരിക. ഇപ്പോൾ വാക്ശുദ്ധി ജീവിതത്തിൽ അനിവാര്യമാകേണ്ട ഏറ്റവും വലിയ കാര്യമാണ്. വാക്ശുദ്ധി എന്ന് പറഞ്ഞാൽ പരദൂഷണം പറയരുത്. പരദൂഷണം നമ്മളെ കൊണ്ട് നടക്കത്തില്ല.
മാറ്റിവെക്കാം അല്ലേ? വാക്ശുദ്ധി നമ്മളെ കൊണ്ട് നടക്കത്തില്ല. രാവിലെ എഴുന്നേറ്റാൽ ആരുടെയെങ്കിലും ഒരു പരദൂഷണം, അയലത്തുകാരുടെ എന്തെങ്കിലും ഒന്ന് പറയാതെ അല്ലേ, അയലത്തുകാരൻ്റെയോ കാര്യയുടെ എന്തെങ്കിലും ഒരു പരദൂഷണം പറയാൻ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ വാക്ശുദ്ധി നമുക്ക് മാറ്റിവെക്കാം. അടുത്താണ് കർമ്മശുദ്ധി. യാതൊന്നു ചെയ്വതത് നാരായണാർച്ചനകൾ. നമ്മൾ ചെയ്യുന്ന കർമ്മം, അദ്ദേഹം യോഗ പഠിപ്പിക്കുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, അധ്യാപകൻ സ്കൂളിൽ പഠിപ്പിക്കുന്നത്, കുട്ടികളെ പഠിക്കുന്നത്, അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുന്നത്, അതെല്ലാം നാരായണാർച്ചനയാണെന്ന് കരുതി ചെയ്യുന്നത് അല്ലേ? രാവിലെ അമ്മ അടുക്കളയിലോട്ട് കയറുന്ന ഒരു ശീലമുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ അങ്ങനെയല്ലായിരുന്നു. പണ്ടൊക്കെ അമ്മ രാവിലെ 4:30 ആകുമ്പോൾ വിളിക്കും, നദിയുണ്ടെടുത്ത് അവിടെ പോയി കുളിക്കും, കുളിച്ചു വന്നിട്ട് വിളക്ക് കത്തിച്ചിട്ട് അടുപ്പത്ത് തീ വയ്ക്കുള്ളൂ. സീരിയൽ തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങളുടെ അമ്മ കുളിച്ചിട്ടേ ഇല്ലെന്ന് തോന്നിയായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല അമ്മ പിന്നെ കുളിക്കുന്നത്. കാരണം അതിന് സമയമില്ല. നമ്മുടെ ജീവിതം തന്നെ നശിപ്പിച്ച് മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ? ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക്. ഞാൻ പറയുകയാണ്, ഈ പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, എവിടായിരുന്നു? ആ ചോദ്യത്തിന് മുമ്പിൽ അവൾ അപ്പ കണ്ട സീരിയലിലെ വില്ലന്റെ രൂപമായിരുന്നില്ല കണ്ടില്ല. മാത്രമല്ല രാത്രിയിൽ കിടന്നിട്ട് അവളുണ്ടോന്നൊക്കെ ഞാൻ ചോദിച്ചു, എത്രടി അവളെന്നുള്ള നിന്റെ മോള അല്ല അല്ല മറ്റേ. ഞാൻ ഈ അടുത്ത കാലത്ത് തിരുവാറൂർ അമ്പലത്തിനടുത്ത് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസം ചേട്ടൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീ രാവിലെ വന്നിട്ട് BP ചെക്ക് ചെയ്യാൻ വരും. രാവിലെ 10 മണിയായിരുന്നു, 9 മണി ആയതുള്ളൂ. സാറേ രാവിലെ എനിക്ക് ഭയങ്കര BP ആണ്, വൈകിട്ടില്ല, മരുന്ന് കഴിക്കണോ? ഞാൻ പറഞ്ഞു ഞാനൊരു സൈക്കോളജിസ്റ്റാണ്, ഞാനൊരു കാര്യം ചെയ്യും. ഞാനൊരു കാര്യം പറഞ്ഞാൽ ചേച്ചി വെക്കുമെന്ന് ചോദിച്ചു. സീരിയൽ കാണുമെന്ന് ചോദിച്ചു. ഏഷ്യാനെറ്റ് മുഴുവൻ കാണുന്നു, പിന്നെ സമയം കിട്ടിയാൽ മറ്റേതും കഴിച്ചു. ഞാൻ പറഞ്ഞു ചേച്ചി ഒരാഴ്ച സീരിയൽ കാണാതിരിക്കാം, എന്നിട്ട് BP ചെക്ക് ചെയ്യുക. അവർ വിളിച്ചു തന്നെ, തിരിച്ചു വിളിച്ചു. വിശ്വാസമുണ്ട് അദ്ദേഹത്തിനും ബന്ധു തിരിച്ചു പറഞ്ഞു, സാറേ എൻ്റെ BP ഇനി കാണുന്ന സീരിയൽ. അതേ ഉള്ളൂ മാറുന്നത്. കാരണം ആവശ്യമില്ലാത്ത ടെൻഷൻ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും അല്ലേ? അതേസമയം ഇത് പഠിച്ചാലോ, ഇതിനകത്തൊക്കെ ക്ലൈമാക്സ് ഒത്തിരിയുണ്ട്, ഒത്തിരി കഥകളുണ്ട്, ദുഃഖകഥകളുണ്ട്. പക്ഷെ നമ്മുടെ ദുഃഖം മാറ്റുന്ന ആ ദുഃഖം. കാരണം എന്താ? ഇത് ഭഗവാന്റെ ദുഃഖമാണെങ്കിൽ പിന്നെ ഞാനാരാ അല്ലേ? രാമന്റെ ദുഃഖം അറിയാമെങ്കിൽ, രാമന്റെ ദുഃഖം ധരിച്ച ഒരാളുണ്ട് കേട്ടോ, മറക്കാൻ പറ്റാത്ത ഒരാളുണ്ട്, എൻ്റെ പ്രിയ മിത്രമാണ്. മാതൃഭൂമിയുടെ പഴയ ഓണറായിരുന്ന എന്താ അദ്ദേഹത്തിൻ്റെ പേരറിയോ? അതെ അല്ലേ? ഇത് രാമന്റെ ദുഃഖം എൻ്റെ ദുഃഖമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ നാരായണാർച്ചനകളാവണം. അത് നമ്മളെ കൊണ്ട് ഏകദേശം നടക്കില്ലല്ലേ? നമ്മൾ എന്തായാലും ശമ്പളത്തിന് ജോലി നാടകല്ലോ അല്ലേ? സ്കൂളിൽ പഠിപ്പിക്കുന്നു അതിന് ശരിയല്ലേ? നമ്മൾ അമ്പലത്തിൽ പൂജിക്കുന്നു അതിന്, എല്ലാ കാര്യത്തിലും അതിനാണ്. ഇവിടെ ഭഗവാൻ പറഞ്ഞു, കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന. കർമ്മം ചെയ്യുക ഫലേച്ഛയ്ക്ക് വിരുദ്ധമായിട്ട്. ഫലേച്ഛയ്ക്ക് ഭഗവാൻ തരും ഇല്ലേ? എല്ലാം തരുന്ന ഭഗവാനാണ്, നമുക്കെല്ലാം തരുന്ന ഭഗവാനാണ്. നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റാൻ ആർക്കും പറ്റില്ല. ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? പറ്റില്ല. കഴിഞ്ഞ ദിവസത്തെ ഒരു കഥ പറയാം. നല്ല ചൂട് ചായ ഓറസ് ഗ്ലാസ്സിൽ ഭാര്യ എനിക്ക് കൊണ്ടു തന്നു. ചായ ഞാനിങ്ങനെ കുടിക്കാൻ ഇങ്ങോട്ട് എടുത്തിട്ട് പിന്നെ വിചാരിച്ച് അവിടെ ഇരിക്കട്ടെന്ന് വിചാരിച്ചു. അങ്ങോട്ട് വെക്കുകയും ഗ്ലാസ് ടം പൊട്ടിത്തെറിച്ചു. അപ്പം തന്നെ ഭാര്യ പറഞ്ഞു, ഒരു ജ്യോതിഷിയെ കാണാൻ എന്തോ നെഗറ്റീവ് എനർജി ഉണ്ട്. അത് എൻ്റെ ചുണ്ടിലിരുന്ന് പൊട്ടിയിരുന്നെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ട് അല്ലേ? എൻ്റെ ചുണ്ടിലിരുന്ന് പൊട്ടിയിരുന്നെങ്കിൽ അതിന് നെഗറ്റീവ് എനർജി ഉണ്ട്. പക്ഷേ അത് ചുണ്ടിൽ നിന്ന് അവിടേക്ക് മാറ്റി തന്ന ഭഗവാന്റെ പോസിറ്റീവ് എനർജി എൻ്റെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്കറിയില്ല. ശരിയല്ലേ? ജ്യോതിഷിയെ കണ്ടാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ജ്യോതിഷി അറിയില്ലല്ലോ. ജ്യോതിഷി മലയാളം പേരറിയോ? മലയാളികളാണ് അമ്മമാര്. ജ്യോതിഷിയുടെ മലയാളം പേര് പ്രശ്നകാരി എന്നല്ലേ? ഞങ്ങളുടെ നാട്ടിൽ പ്രശ്നക്കാരെന്നാണ് അല്ലേ ചോദിച്ചു? പ്രശ്നകാരി എന്നാ. ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി, പിന്നെ പ്രശ്നം മാത്രമേ. പ്രശ്നം വെക്കുക എന്നാണ് അതിന് പറയുന്നത്. പ്രശ്നം വെച്ചാൽ നമ്മുടെ ജീവിതം പോയി. അപ്പോൾ യാതൊന്നും ചെയ്യുന്നത് നാരായണാർച്ചനകൾ. ആ നാരായണാർച്ചനയായി കരുതി നമ്മൾ ചെയ്യുക. അടുത്ത മൂന്നാമത്തെ ശുദ്ധി, അതും നമ്മളെ കൊണ്ട് നടക്കത്തില്ല, മാറ്റിവെക്കാം. മൂന്നാമത്തേതാണ് ഇന്ദ്രിയ ശുദ്ധി. നമ്മുടെ ശത്രുക്കളാരാ? നമ്മുടെ യഥാർത്ഥ ശത്രുക്കളാരാ? നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. നമ്മളല്ല, നമ്മുടെ ശരീരം ഒരു ബന്ധവുമില്ല, ചുമ്മാ ചത്തി കിടക്കുന്നത്. ഇന്ദ്രിയങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം നമ്മളെല്ലാം കാണുന്നു, കേൾക്കുന്നു, അകത്തുള്ളവർ കാണിക്കുന്നു, പക്ഷെ നമ്മൾ തെറ്റായി നടക്കുന്നു അല്ലേ? കണ്ണിന് കാണണ്ടാത്തത് കാണാനാണ് ഇഷ്ടം, ആണല്ലോ. ചെവിക്ക് കേൾക്കേണ്ടാത്ത കേൾക്കാനല്ല. ഇതൊക്കെ ഇങ്ങനെ ചെവി പിടിക്കുന്ന കാര്യം എന്നെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? അപ്പൊ ആ ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ശത്രു. ആ ഇന്ദ്രിയങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് സമർപ്പിച്ച് ഇന്ദ്രിയ നിഗ്രഹണം നടത്തുക എന്നൊക്കെ പറയും. നമ്മുടെ യോഗാചാര്യം പഠിപ്പിക്കാതിരിക്കുക എന്നൊക്കെ പറയാം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനാണ്
യമം എന്ന് പറയുന്നത്. അഷ്ടാംഗ യോഗയിലെ ആദ്യത്തെ സാധനമാണ് യമം അല്ലേ? യമനല്ല, യമം അല്ലേ? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. നമ്മൾ നാമം ചൊല്ലുമ്പോൾ 8 കാര്യം നമ്മൾ അനുവർത്തിക്കണം. ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയത്തില്ല, ഉറപ്പല്ലേ? അത് മാറ്റി വെച്ചേക്കാം. ഈ 3 ശുദ്ധി നമ്മളെ കൊണ്ട് നടക്കില്ല. അവസാനത്തെ 2 ശുദ്ധികൾ, ശരീരശുദ്ധിയും ആഹാരശുദ്ധിയും. ശരീരശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ എഴുന്നേറ്റ് കുളിക്കണം, കിട്ടാവുന്ന ക്രീമൊക്കെ പുരട്ടി വെളുപ്പിച്ചൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാവരും നടക്കണം. ഇതല്ല ശരീരശുദ്ധി. രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം? മോൾ എത്ര മണിക്ക് എഴുന്നേൽക്കണം? 8:30 എഴുന്നേൽക്കാം. പലകോലത്തിൽ വരുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നത് നമ്മള് രാത്രിയിൽ വെളുപ്പിന് 4:30 മണിക്ക് ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരണം. എന്നിട്ട് കരദർശനം നടത്തണം. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം. ഭൂമിയെ വണങ്ങണം. ഭൂമിയെ വണങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വളഞ്ഞു കുത്തി ഇങ്ങനെ വണങ്ങുമ്പോൾ നമ്മുടെ നട്ടെല്ല് നമ്മൾ കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞാൽ കിടക്കുന്നു അല്ലേ? ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അത് നേരെയാവുന്നു. ഭൂമിയെ വണങ്ങുമ്പോൾ അമ്മയെ വണങ്ങുന്നതിന് തുല്യമാണ് അല്ലേ? സമുദ്രവസതേ ദേവി പർവ്വതസ്ഥല മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. അതിനുശേഷം നമ്മൾ യോഗ അനുഷ്ഠിക്കണം, സ്നാനം ചെയ്യണം, പുറത്തിറങ്ങി ഭഗവാൻ സൂര്യനെ നമിക്കണം. സൂര്യ ആദിത്യ ഹൃദയം മന്ത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചോ? കാണാനറിയോ? എത്ര പേർക്ക് അമ്മയ്ക്കറിയോ? ഓക്കെ, നല്ല കാര്യം. ആദിത്യ ഹൃദയം മന്ത്രം പഠിക്കണം. സന്താനാശകരായ നമോ നമ നമ്മൾ അവസാനം ചൊല്ലാം അല്ലേ? അപ്പോ അതിനുശേഷം തുളസിയെ വന്ദിക്കണം, ആലിനെ വണങ്ങണം. നമ്മുടെ ജീവിത ശരീരങ്ങളാണ് നമ്മുടെ ശരീരശുദ്ധി, അല്ലാതെ കുളിക്കുകയും നനയ്ക്കുന്നതൊന്നുമല്ല. നമ്മുടെ ജീവിതചര്യകൾ, ചിട്ടപ്പെടുത്തിയ ജീവിതചര്യകളാണ് നമ്മുടെ ശരീരശുദ്ധി. നമുക്കുണ്ടോ? ഇല്ല. 11 മണിക്ക് സീരിയലിന്റെ അവസാനത്തെ ആണിക്കല്ലടിച്ചിട്ട് കിടക്കുന്ന നമ്മളൊക്കെ രാവിലെ 8:30 9 മണിക്കൊക്കെ എഴുന്നേക്കും. നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇനി അവസാനത്തെ ആഹാരശുദ്ധിയെക്കുറിച്ച് പറഞ്ഞാൽ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ എപ്പോഴും പറയും, ലോകത്തിലെ ഏറ്റവും വലിയ ശ്മശാനം ഏതാന്ന് ചോദിച്ചാൽ മലയാളിയുടെ വയറാന്ന് പറയും. ചത്ത ഏത് സാധനം അങ്ങോട്ട് പോകും അല്ലേ? ശരിയല്ലേ? മലയാളിക്ക് ഒരു ഇതുമില്ല. ദൈവം ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവർക്കും ബീഫാണ് ഏറ്റവും ഇഷ്ടം. പണ്ട് നമ്മുടെ നിലവറയുടെ മുമ്പിൽ ഒരു മനോഹരമായ ചിത്രമുണ്ടായിരുന്നു ഗോമാതാവിന്റെ. കണ്ടിട്ടുണ്ടോ? നമ്മൾ വിളക്കത്തിക്കുന്ന പൂജാമുറി മിഷനും ഒന്നുമില്ലായിരുന്നു. കൃഷിക്കാരന്റെ വീട്ടിൽ ഒരിക്കലും പൂജാമുറി ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? അറയുണ്ടായിരുന്നു. അറയുടെ മുമ്പിൽ ഒരു വാതിലുണ്ടാവും, അവിടെ നിറയെ നെല്ലുണ്ടാവും, അതിന് മുമ്പിൽ ഗോമാതാവിന്റെ ഒരു ചിത്രം ഉണ്ടാവും അല്ലേ? അവിടെ വിളക്കെത്തിക്കുന്നത്. ബീഫിന്റെ ടേസ്റ്റ് കൂടിയപ്പോൾ ആ ചിത്രം നമ്മളങ്ങ് വലിച്ചു കിടക്കുന്നത് അല്ലേ? ഇനി ഗോമാതാവെന്ന് വിളിച്ച അച്ഛൻ കാളയാണെന്ന് ചോദിക്കും. ശരിയല്ലേ? നമ്മൾ പിറന്നത് ചാണകം മെഴുകിയ തറയിലാണ് അല്ലേ? ഒരനുവാദം നമുക്കുണ്ടായില്ല. ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന അണുബാധയൊന്നും നമുക്കുണ്ടായില്ല അല്ലേ? എന്തായാലും 60 വയസ്സ് വരെയൊക്കെ എത്തി നമ്മൾ ഇല്ലേ? അമ്മയൊക്കെ 90 വയസ്സിനൊക്കെ മേളിലെത്തിയിരിക്കുന്നു. 80-ലെത്തിയിരിക്കുന്നു. കാരണം എന്താണ്? നമ്മൾ ജനിച്ചത് ചാണകം മെഴുകിയ തറയിലാണ്. പശുവിൻ ചാണകം മെഴുകിയ തറയിലാണ് ജനിച്ചത്. അപ്പൊ ആഹാരശുദ്ധിയും ശരീരശുദ്ധിയും നമുക്കുണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞ ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചിരുന്നെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ആവശ്യമില്ലായിരുന്നു. നമ്മുടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ മരിക്കുന്നത് എവിടെയാണ്? ജിമ്മിലാണ് അല്ലേ? ആണോ അല്ലേ? ജിമ്മിലാണ്. ആ സാധനത്തെ ഇരുന്നാ ചാവുന്ന ഓരോരുത്തർ. ശരിയാണോ അല്ലേ? എന്തിനായി ജിമ്മിൽ പോകുന്നത്? നമ്മുടെ ആചാര്യന്മാർ പഠിപ്പിച്ച ഒരു മഹത്തായ സാംസ്കാരിക പൈതൃകം നമ്മൾക്കുണ്ട്. അഷ്ടാംഗ യോഗ യാതൊരു അപകടവുമില്ല, ഏത് വ്യക്തിക്കും ചെയ്യാം. ആ മഹത്തായ പ്രാണായാമം ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കമാൻഡ് ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്നോട് പറയുകയാണ് പ്രാണായാമം ചെയ്യാൻ. ഞാൻ പറഞ്ഞു പ്രാണായാമം ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്. കാരണം ആ ഡോക്ടർ പോലും പറയുന്നു, വൈദ്യശാസ്ത്ര വിശാരദന്മാർ പറയുന്നു, ഭാരതം പഠിപ്പിച്ച പ്രാണായാമം ചെയ്യാൻ, അഷ്ടാംഗ യോഗ ചെയ്യാൻ, സൂര്യ നമസ്കാരം ചെയ്യാൻ. അവിടെ ഒരു അപകടവും ഇല്ലല്ലോ. ജിമ്മിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 30 മുട്ട, പ്രോട്ടീൻ പൗഡർ വേറെ കലക്കി കൊടുക്കണം. ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയാണ്, ക്ഷയിപ്പിക്കുകയാണ്.
ആന്തരികമായ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. നമ്മുടെ ആചാര്യന്മാരെന്താ പറഞ്ഞത്? നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ നമ്മൾ യോഗയിലേക്ക് മടങ്ങും. അല്ലേ? ഞാനിപ്പോൾ ഇരിക്കുന്നതിന് വളരെ ഭയത്തോടാണ്. 2 മഹത് വ്യക്തികളുടെ ഇടയിലാണ് ഇരിക്കുന്നത്. അല്ലേ? 2 മഹാ അവതാരങ്ങളുടെ ഇടയിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് അതിനേക്കാൾ ഭയം ഈ മേളിൽ ഇരിക്കുന്ന ഒരു മഹാപുരുഷനെയാണ്. അല്ലേ? ആണോ അല്ലയോ? ആരെയും ഭയക്കാതെ, ആരെയും കൂസാതെ ഈ ലോകത്തിന്റെ നിറകയിലേക്ക് ഭാരതത്തെ പ്രതിഷ്ഠിച്ച, ഭാരതീയനെ പ്രതിഷ്ഠിച്ച, ഭാരതീയ സംസ്കാരത്തെ പ്രതിഷ്ഠിച്ച ഒരു മഹാ വ്യക്തിത്വത്തിന് മുമ്പിലെ അദ്ദേഹത്തെ നമ്മൾ ഭയന്നേ പറ്റും. പറഞ്ഞു ഹിന്ദുവിനോട് എന്താ പറഞ്ഞത്? ഉത്തിഷ്ഠരെ ജാഗ്രത. നമ്മൾ ഉണർന്നോ? പിന്നെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, പിന്നെ നമ്മൾ ഉണർന്നില്ല. പിന്നെ വിവേകാനന്ദൻ പറഞ്ഞു. ഇല്ലേ? ശരിയല്ലേ? ശരിയാണല്ലോ? അതിന്റെ വരുന്ന ഫലമാണ് നമ്മൾ അനുഭവിച്ചത്. നമ്മുടെ ഇടയിലേക്ക് വേണ്ടാതീനങ്ങളെ വലിച്ചിഴച്ചു, ജാതിഭേദങ്ങൾ വലിച്ചിഴച്ചു, മതഭേദങ്ങൾ വലിച്ചിഴച്ചു. ഇല്ലേ? രാമായണത്തിൽ ജാതി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ശബ്ദം? ഗുഹനെ ജാതി എന്നല്ല പറഞ്ഞത്. ഗുഹൻ കാട്ടുരാജാവ്, കാടിന്റെ രാജാവാണ് ഗുഹൻ. ഇന്നലെ കേരളത്തിലൊരു മഹാൻ പ്രസംഗിക്കുകയാണ്, ശ്രീരാമൻ ഗുഹന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചില്ല, അദ്ദേഹം വനവാസിയായതുകൊണ്ടാണ്. നമ്മുടെ നേതാ പ്രസംഗിച്ച അവൻ കണ്ടില്ല. എന്താ കാണാന്? അവൻ കണ്ടില്ല ശ്രീരാമൻ ശബരിയുടെ കഴിച്ചയ ഉച്ഛിഷ്ടം വാങ്ങി ഭക്ഷിക്കുന്നത്. ശബരി ബ്രാഹ്മണ സ്ത്രീയാണ്, വൈശ്യസ്ത്രീയാണ്, ക്ഷത്രിയുമാണ്, ഒരു സാധാരണ സ്ത്രീ. അവളുടെ കയ്യിൽ അവളെ ഭക്ഷിച്ച ആ ഉച്ഛിഷ്ടം വാങ്ങി ഭക്ഷിക്കുന്ന ശ്രീരാമനെ നമ്മൾ കണ്ടു. അല്ലേ? ശരിയാണോ? ശരിയല്ലേ? നമ്മളെ രാമായണത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ദിവസങ്ങളോളം പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങൾ രാമായണത്തിൽ. നിങ്ങളൊക്കെ നന്നേ ക്ഷീണിതരായിരിക്കും തോന്നുന്നു. ഞാൻ അതിലും വലിയ ക്ഷീണിതൻ. ഇന്നലെ ഒരു അഹോരാത്ര രാമായണ യജ്ഞത്തിന് കാർമ്മികത്വം വഹിച്ച വ്യക്തിയാണ് നമ്മുടെ പ്രസാദ്ജിയോടെ ഉണ്ടായി. നിങ്ങൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ എത്ര സമയം വേണമെങ്കിലും പറയാൻ ഒരു മടിയില്ല, ഒരു ആരോഗ്യ പ്രശ്നമില്ല. കാരണം എന്താണ്? ഒരാളെ ഉള്ളെങ്കിലും നമുക്ക് പറയാൻ പറ്റും. ഇല്ലേ? കേൾക്കുന്നവരാണ്. അതാണ് നമ്മളെ പഠിപ്പിച്ചത്. നമ്മുടെ ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിച്ച്. ഭാരതം എന്താ പഠിപ്പിച്ചത്? ഈ ഗ്രന്ഥങ്ങളൊന്നും ആവശ്യപ്പെടാത്തവർക്ക് കൊടുക്കാൻ പാടില്ല, പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഗ്രന്ഥങ്ങൾ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ മാത്രം കൊടുക്കുക, ചോദിക്കുന്നവന് കൊടുക്കാതിരിക്കാനും പാടില്ല. ഇപ്പം നമ്മൾ രാമായണ മാസം ആചരിക്കുമ്പോൾ രാമനെ കുറിച്ച് കൂടുതൽ അറിയാൻ സമയം കണ്ടെത്തണം. നമ്മളിപ്പോൾ 2 പ്രാവശ്യം രാമായണം വായിച്ചില്ലേ? ഒരു വർഷം 2 പ്രാവശ്യം കൂടി രാമായണം വായിച്ചില്ലേ? ചില വാക്കുകളുടെ അർത്ഥം നമുക്കറിയാം. രാമായണത്തിൽ മൃത്യുശാസന പ്രോക്തം, മൃത്യുശാസന പ്രോക്തം ആദ്യം വായിക്കുന്ന രാമായണത്തിൽ എന്താ അതിൻ്റെ അർത്ഥം? അധ്യാത്മരാമായണവിധം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടുന്ന മർത്യജന്മികൾക്ക് മുക്തിസിദ്ധിക്കുക സന്നിഗ്ധ വിജന്മം കൊണ്ട്. വായിച്ചല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? മൃത്യുശാസൻ ആരാ? മരണത്തെ നിയന്ത്രിക്കുന്ന ആരാ? ആരാ? കാലനല്ല, ശിവനാണ്. പ്രോക്തം എന്ന് പറഞ്ഞാൽ പറഞ്ഞത്, മൃത്യുശാസന പ്രോക്തം എന്ന് പറഞ്ഞാൽ ശിവൻ പറഞ്ഞ കഥയാണ് രാമായണം. ആരോട് പറഞ്ഞു? പാർവതിയോട്. വായിച്ചല്ലേ? എന്തെങ്കിലും പഠിച്ചോ? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. രാമായണം വായിക്കാനുള്ളതല്ല. നമ്മുടെ ആചാര്യന്മാർക്കും ഇപ്പോഴത്തെ കലിയുഗത്തിലെ ആചാര്യന്മാർക്ക് വലിയ തെറ്റതാണ്. നമ്മുടെ വലിയ ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണ പ്രമുഖന്മാരും ഒക്കെ ഉണ്ട്. വേദം ഓതുക, വേദം ഓതുക, വേദം ഓതുക. വേദം ഓതാനുള്ളതല്ല, ആണോ? അത് നമുക്ക് പറ്റിയ തെറ്റ്. വേദം പഠിക്കാനുള്ളതാണ്. വേദം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അറിവ്, നോളജ്, അറിവ് എന്നാണ് വേദം എന്ന വാക്കിന്റെ അർത്ഥം. അത് ഓതാനുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്തു? രാവിലെ അമ്പലത്തിൽ പോയിരുന്നാലും വേദം ഓതുക, അല്ലെങ്കിൽ 12 ദിവസം മുറജപം, മറജപം. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആ വേദങ്ങളെ അറിയണം, നമ്മുടെ ഗ്രന്ഥങ്ങളെ അറിയണം, ഭാഗവതത്തെ അറിയണം, കൃഷ്ണനെ അറിയണം. ഞാൻ 2 പേരെ കുറിച്ച് എന്താ പറഞ്ഞു? രാമനെ അറിയണം. രാമനെ നിങ്ങൾ എന്താ വിളിക്കുന്നത്? രാമനെ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ, കേരളത്തിൽ വിളിക്കുന്ന പേരല്ല, നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. ശ്രീരാമൻ തന്നെ. രാമനെ എങ്ങനെ അറിയപ്പെടുന്നത്? രാമനെ അറിയപ്പെടുന്ന പേര് മര്യാദ പുരുഷോത്തമൻ. ഒരു മനുഷ്യന്റെ ജീവിത കാലഘട്ടത്തിൽ എങ്ങനെ മര്യാദ പാലിക്കണമെന്ന് രാമനിൽ നിന്നറിയണം.
രാമൻ എന്താ പറഞ്ഞത്? ലക്ഷ്യമല്ല, മറിച്ച് മാർഗം ഉത്തമമായിരിക്കണം. ഇദ്ദേഹത്തെ എന്താ വിളിക്കുന്നത്? ഈ പുള്ളിക്കാരൻ എന്താ വിളിക്കുന്നത്? പറഞ്ഞോ? കർമ്മയോഗി. കൃഷ്ണനെ വിളിക്കുന്ന പേരെന്താണ്? കർമ്മയോഗി. കർമ്മയോഗി എന്താ പഠിപ്പിച്ചത്? ആ ലക്ഷ്യമല്ല മാർഗം, മാർഗമല്ല ലക്ഷ്യമാണ്. കാരണം നീ പോകാൻ പോകുന്ന കലിയുഗത്തിലാണ്, ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ്. മാർഗം നോക്കിയിരുന്നെങ്കിൽ ഇപ്പോഴും രാമൻ അയോധ്യയിൽ എത്തില്ലായിരുന്നു. എത്തുമായിരുന്നു? മാർഗം നോക്കി നമ്മൾ പോയിരുന്നെങ്കിൽ ഇപ്പോഴും രാമൻ അയോധ്യയിൽ എത്തില്ലായിരുന്നു. ലക്ഷ്യമായിരുന്നു പ്രധാനം. ആയുധമെടുക്കുന്നതിന് പകരം നമ്മൾ രാമമന്ത്രം കയ്യിലെടുത്തു, അല്ലേ? 400 വർഷം 4 ലക്ഷത്തോളം രജപുത്ര വീരന്മാർ പൊരുതി മരിച്ച മണ്ണ് വെറും 10 വർഷം കൊണ്ട് രാമമന്ത്രത്തിലൂടെ നമ്മൾ സ്വന്തമാക്കി, ഇല്ലേ? അവിടെ ഒന്നും അടിയിടാൻ പോയില്ല, പോയോ? രാമമന്ത്രം ജപിച്ചു. ഈ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും കല്ലുകളിൽ എഴുതി രാമൻ 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 എഴുതി ആ ശില ചുമന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അവിടേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ രാമൻ അങ്ങ് ശക്തിശാലിയായി. നിയമവ്യവസ്ഥകളെല്ലാം രാമൻ അനുകൂലമായി. ശരിയല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? രാമമന്ത്രത്തെ മനസ്സിൽ ധരിക്കണം. രാമായണം പഠിക്കുമ്പോൾ ഏറ്റവും ഓർക്കേണ്ട ഒരു കഥാപാത്രത്തെ കൂടെ ഓർമ്മിപ്പിച്ചു വന്നു, അല്ലേ? നിങ്ങളെല്ലാം ക്ഷീണിതരായതുകൊണ്ടാണ്. ഇനിയും അവസരങ്ങളുണ്ടെങ്കിൽ എപ്പോൾ വിളിച്ചാലും വരാം. എന്ത് കാര്യം അറിയാനോ വിളിച്ചോളൂ, ഞാൻ വരാം, ഏത് സമയത്തും വരാം. അതിന് പ്രത്യേകമായിട്ട് ഒരു കാര്യം വണ്ടി അയക്കേണ്ട, ഒന്നും അയക്കേണ്ട, അതിനൊന്നും ആവശ്യമില്ല. കൃഷ്ണകുമാർ വരണം, അല്ലെങ്കിൽ പ്രസാദിയോടൊന്ന് പറഞ്ഞാൽ മതി. പ്രസാദി പറഞ്ഞാൽ മതി, കൃഷ്ണകുമാർ ഇത്രയിടം വരണം, ഞാൻ വരാൻ തയ്യാറാണ്, പറയാൻ തയ്യാറാണ്. ആരെക്കുറിച്ച് അറിയണമെങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാനൊരു മടിയുമില്ല. ഒരാളെ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ അമ്മമാര് ഓർത്തു വെക്കേണ്ട ഒരു കഥാപാത്രം. രാമായണത്തിന് ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്ന ഒരു കഥാപാത്രം ജടായു. ഹനുമാൻ ശ്രീരാമ ഭക്തനായിരുന്നു. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ ഹനുമാൻ ആരാ? നിങ്ങളെല്ലാം ഹനുമാൻ ഭക്തന്മാരല്ലേ? ആരാ ഹനുമാൻ? ഞാൻ പറഞ്ഞു, രാമായണത്തിൽ പറഞ്ഞു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. രാമായണത്തിൽ പറഞ്ഞില്ലേ സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ അതേ രാമായണത്തിൽ പറഞ്ഞു വായുപുത്രനാണെന്ന്, അതേ രാമായണത്തിൽ പറഞ്ഞു അഞ്ജനാസുരനാണെന്ന്, അതേ രാമായണത്തിൽ പറഞ്ഞു കേസരീനന്ദനാണെന്ന്. ആരപ്പ ഈ ഹനുമാൻ? ചിന്തിച്ചിട്ടുണ്ടോ? രാമായണം പഠിക്കുമ്പോൾ ഹനുമാൻ എന്ന കഥാപാത്രം, ഹനുമാൻ എന്ന വ്യക്തിത്വം എപ്രകാരമാണോ മഹാവിഷ്ണുവിന് അവതാരങ്ങളുള്ളത്, അപ്രകാരം മഹാരുദ്രനും അവതാരങ്ങൾ ഉണ്ടായിരുന്നു. രുദ്രാവതാരം, അങ്ങനെയുള്ള ഒരു രുദ്രാവതാരമാണ് ഹനുമാൻ. ശിവശക്തി വായുവിന്റെ സഹായത്തോടെ കേസരിയുടെ ഭാര്യയായ അഞ്ജനയുടെ ഗർഭത്തിലുണ്ടായ പരമപവിത്രനായ പുത്രൻ. ആഞ്ജനേയൻ വിളിച്ചോളൂ, കേസരിനന്ദൻ വിളിച്ചോളൂ, വായുപുത്രൻ വിളിച്ചോളൂ, ശിവനന്ദൻ വിളിച്ചോളൂ. പക്ഷെ ആരാണ് അദ്ദേഹം? രുദ്രാവതാരമാണ്. ജടായു ഒരു കഥാപാത്രം നമ്മളെല്ലാം ഓർത്തു വയ്ക്കണം. ഭാരതീയ സ്ത്രീത്വത്തിന് വേണ്ടി, ഭാരതീയ സ്ത്രീയുടെ അഭിമാനം രക്ഷിക്കാൻ, ഭാരതീയ സ്ത്രീത്വത്തെ രക്ഷിക്കാൻ ജീവത്യാഗം ചെയ്ത പക്ഷി ശ്രേഷ്ഠൻ. ഒരു പക്ഷിയായിരുന്നിട്ട് കൂടി, വെറും ഒരു പക്ഷിയായിരുന്നിട്ട് കൂടി കൊണ്ടുപോകുന്നത് എൻ്റെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് എന്ന് കരുതിക്കൊണ്ട്, അല്ലേ, ചന്ദ്രഹാസം കയ്യിലുള്ള രാവണനെ ചിറക് കൊണ്ടുകൊണ്ട് നേരിട്ട ആ മഹാപക്ഷി വയ്യനെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹം വെട്ടേറ്റ് വീണത് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ കേരളത്തിലാണ്. അദ്ദേഹം ഭഗവാൻ ശ്രീരാമനെ കണ്ടുമുട്ടിയത് ആന്ധ്രയിലെ ലേപാക്ഷി എന്ന സ്ഥലത്താണ്. ആകാശയുദ്ധത്തില് ചന്ദ്രഹാസം എടുക്കേണ്ടി വന്നു രാവണന്. രാവണ യുദ്ധത്തിൽ പോലും രാവണൻ ചന്ദ്രഹാസം കയ്യിലെടുത്തിട്ടില്ല. കേട്ടിട്ടുണ്ടോ? എടുക്കാൻ പാടില്ല, ശിവൻ പറഞ്ഞിട്ടുണ്ട്. ആ ചന്ദ്രഹാസം എടുക്കേണ്ടി വന്നു ആ പക്ഷി ശ്രേഷ്ഠനെ വെട്ടിവീഴ്ത്താൻ. സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്നതിന് ഒരൊറ്റ ദൃക്സാക്ഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ജടായു. ഏത് സമയത്താണോ രാമനും സീതയും ലക്ഷ്മണനും ആ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചത്, അന്നു മുതൽ ഉറങ്ങാതെ കാത്തിരുന്നു ദശരഥ മഹാരാജാവിന്റെ പ്രിയമിത്രമായ ജടായു. ഇതാണ് മിത്രസ്നേഹം.
അല്ലെ? ആ ജടായു മരിച്ചു വീണ പവിത്രമായ സ്ഥലം ജടായുമംഗലം എന്ന പേരിൽ അറിയപ്പെട്ടു. പിൽക്കാലത്ത് നമ്മളെല്ലാവരും കൂടി അത് ചടയമംഗലമാക്കി. അവിടെ ഒരു പാറപ്പുറത്താണ് വീട്. ആ പാറപ്പുറത്ത് ശ്രീരാമപാദമുണ്ട്. ജടായുവിന് വെള്ളം കുടിക്കേണ്ടി വന്നപ്പോൾ കൊക്കിട്ട് ഇങ്ങനെ ഉരസി അവിടെ കൊക്കരണിയുണ്ട്. ആ കൊക്കരണിയിൽ 1100 അടി ഉയരമുള്ള പാറപ്പുറത്ത് 365 ദിവസവും വെള്ളമാണ്. വലിയ കേസുകളൊക്കെ നടന്നു. ജടായു പാറ നശിപ്പിക്കാൻ അന്നത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു. പക്ഷേ സ്വാമി സത്യാനന്ദ സരസ്വതികൾ അതിന് മുകളിൽ കയറി 3 ദിവസം തപസ്സിരുന്നു. 3-ാമത്തെ ദിവസം മുതൽ അദ്ദേഹത്തിന്റെ പ്രയത്നപരമായി 13 അടി ഉയരമുള്ള ഒരു രാമനെ പ്രതിഷ്ഠിച്ച് അന്ന് മുതൽ രാമന്റെ കൈ വെട്ടി തുടങ്ങി, കാല് വെട്ടി തുടങ്ങി ഒക്കെ ചെയ്തു. സ്വാമി എന്നും പുനർനിർമ്മിച്ചുകൊണ്ടേയിരുന്നു. കേസായി, വഴക്കായി. സർക്കാർ അത് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കൊടുത്തു. അത് എടുത്തത് രാജീവ് അഞ്ചൽ. അദ്ദേഹം പ്രവർത്തനമൊക്കെ ആയിട്ട് വന്ന് പരിപാടി തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരി പുത്രൻ ആ പാറപ്പുറത്ത് പിഞ്ചിനടിയിൽ പെട്ടി ഞെരിഞ്ഞമർന്ന് മരിച്ചു. അതോടുകൂടി അദ്ദേഹത്തിന് പേടിയായി, സർക്കാരുമായി ബന്ധമായി. അവസാനം 1.5 ഏക്കർ സ്ഥലം രാമനുള്ളത് രാമന് കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മൾ അവിടെ 3 കോടി രൂപ മുടക്കി ഒരു ക്ഷേത്രമുണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്ക് മേപ്പോട്ട് പോകാൻ ഈ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ചേർക്കാനേ ഉള്ളൂ. അവർ 500 രൂപയും 1000 രൂപയൊക്കെ വാങ്ങും. അതിനിപ്പോ നമ്മൾ അവിടെ തൃപ്പടികൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. 1008 പടികൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. 1008 പടി മാത്രമല്ല, അതിന് ചുറ്റുമുള്ള സ്ഥലം കൂടി വാങ്ങിയിട്ട് ആ സ്ഥലത്ത് ഒരു രാമായണ വില്ലേജ് നിർമ്മിക്കാൻ ആരംഭിച്ചു. എപ്രകാരമാണോ അയോധ്യ പരിപാവനമായി തീർന്നുകൊണ്ടിരിക്കുന്നത്, ലോകരുടെ മുമ്പിൽ പരിപാവനമായി തീരുന്നത്, അതുപോലെ നാളെ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കേരളത്തിലെ ആ ജടായുപ്പാറയും ആ ജടായുപ്പാറയിരിക്കുന്ന സ്ഥലം ചടയമംഗലത്തിൽ നിന്ന് ജടായുമംഗലമായി മാറുമെന്ന കാര്യത്തിലും തർക്കിക്കേണ്ട ആവശ്യമില്ല. അല്ലേ? നമ്മൾ പ്രതീക്ഷിച്ചാണോ ഈ ഇല്ലാഹാബാദ് അലഹാബാദ് പ്രയാഗ്രാജ് ആകുമെന്ന്? അല്ലേ? പഴയ ഗവൺമെന്റ് ജോലിക്കാർക്കൊക്കെ അറിയാം. അവരുടെ CDA എഴുതുന്നത് CDA ഇലഹബാദ് പെൻഷൻ ഓർഡറിൽ വരുന്നത്. അല്ലേ? ആ ഇലഹബാദ് ഇപ്പൊ എങ്ങനെയാ വരുന്നത്? പ്രയാഗ്രാജ്. അല്ലേ? ആ പ്രയാഗ്രാജ് ഇലഹബാദ് പ്രയാഗ്രാജ് ആയതുപോലെ അയോധ്യ എത്ര പ്രകാരം പരിപാവനമായി തീർന്നു, അപ്രകാരം ജടായു പാറയും അതിന് ചുറ്റുമുള്ള സ്ഥലവും ആ ജടായുമംഗലമായി മാറണം. അതായിരിക്കണം നമ്മുടെ. കാരണം അവിടെ 2 കാര്യമാണ്. ഒന്ന്, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത പക്ഷിശ്രേഷ്ഠൻ. നിരന്തരം ദിവസം 12 സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് കേരളം. സർക്കാർ കണക്ക്, എൻ്റെ കണക്കല്ല കേട്ടോ. കഴിഞ്ഞ 1 വർഷം 3000 സ്ത്രീകളെ കാണാതായ, പെൺകുട്ടികളെ കാണാതായ മണ്ണാണ് കേരളം. അത് ഞാൻ പറഞ്ഞതല്ല, വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു. എവിടെ പോയി അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല. നമ്മുടെ കുട്ടികളാണ് പോയേക്കുന്നത്. അഫ്ഗാൻ ജയിലിലൊക്കെ കുറെ പേര് കാണും. എന്തുകൊണ്ടാണ്? നമ്മുടെ കുട്ടികളെ ഇതൊന്നും പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറല്ല. അതുകൊണ്ട് ബാലവേദനത്തിന്റെ ക്ലാസ്സുകളിൽ നമ്മുടെ കുട്ടികൾ പോകണം. നമ്മുടെ സാംസ്കാരിക വൈദികം പഠിക്കണം. ഈ മഹാനഗരത്തിൽ തന്നെ സമന്വയുടെ നേതൃത്വത്തിൽ തന്നെ 19ഓളം ബാലഗോകുലങ്ങളുണ്ട്. കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. രാമമൂർത്തി നഗറിൽ ഞാൻ പഠിപ്പിക്കുന്ന ബാലഗോകുലത്തിൽ 25 കുട്ടികളുണ്ട്. 25 കുട്ടികൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് കന്നടക്കാരാണ്. അവരുടെ അമ്മമാരും വരും. 50 പേര് എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കുട്ടികൾ മലയാളത്തിന്റെ ആചാര്യനായ ശ്രീ നാരായണ ഗുരുദേവൻ എഴുതിയ ദൈവദശകം കാണാതെ ചൊല്ലും. ഭഗവത്ഗീത 1 അധ്യായം കാണാതെ ചൊല്ലും. ആദ്യത്തെ അധ്യായം. ഇതെന്തുകൊണ്ടാണ്? നമ്മൾ ശ്രമിച്ചിട്ട്, പഠിച്ചിട്ട്, പഠിപ്പിച്ചിട്ട് അതിനുള്ള വേദി. എന്തായാലും ഈ മഹാപുരുഷൻ നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് പ്രശാന്ത്. അദ്ദേഹം തീർച്ചയായിട്ടും അനുഗ്രഹമാണ്. ഒരു ഭാരതീയ സാംസ്കാരിക പൈതൃകത്തെ തന്റെ നെഞ്ചിലേറ്റി അദ്ദേഹവും ഭാര്യയും കൂടി ലോകത്തിന് പ്രദാനം ചെയ്യുന്നു. ഞാൻ ഒരു ദിവസം കണ്ടപ്പോൾ ചൈനയിൽ യോഗ കളിക്കുന്നില്ലേ? ശരിയല്ലേ? ആണല്ലേ? ആണ്. അതിന് എത്ര പേർക്ക് കഴിയും? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അദ്ദേഹത്തിന് അറിയാവുന്ന ഈ മഹാസാംസ്കാരിക പൈതൃകത്തെ ലോകത്തിന് മുമ്പിൽ പ്രദാനം ചെയ്യുന്നു. 128 രാജ്യങ്ങൾ യോഗ സർക്കാർ ലെവലിൽ അംഗീകരിച്ചിരിക്കുന്നു. 128 രാജ്യങ്ങൾ. ഭഗവത്ഗീത പഠിപ്പിക്കാൻ 130ഓളം രാജ്യങ്ങൾ തയ്യാറായിരിക്കുന്നു. അതിൽ സൗദി അറേബ്യയും ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഗീതയുടെ മഹത്വം മനസ്സിലാക്കണം, ആ യോഗയുടെ മഹത്വം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇതുപോലെ ഈ രാമായണ സംഗമം, അതുപോലെ തന്നെ പലപോലും ആരംഭിക്കണം.
ഇത് പറയാൻ ബാലഗോകുലം തുടങ്ങണം. ഈ അമ്മമാരൊക്കെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ 4 അക്ഷരം പറഞ്ഞു കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണകുമാരനെ വിളിക്കും, ഞാനും വരാം. പക്ഷെ ബാലഗോകുലം ആരംഭിക്കണം. നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സാംസ്കാരിക പൈതൃകം പറഞ്ഞു കൊടുക്കണം. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഈ ജടായുപാലയുടെ കാര്യം പറഞ്ഞത്, അവിടെ പടി നിർമ്മിക്കുന്നുണ്ട്. 1008 പടിയാണ് നിർമ്മിക്കുന്നത്. അതിന് മുമ്പിൽ സ്ഥലം മേടിക്കുന്നുണ്ട്. വളരെ ചെലവ് കൂടിയൊരു വസ്തുതയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ സന്യാസിവരനായ കുമ്മനം രാജേന്ദ്രനാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്താലും അത് നശിച്ചു പോകില്ല എന്ന് ഉറപ്പുണ്ട്. കന്യാകുമാരിയിൽ നിന്ന് കൊണ്ടുവന്ന 12 അടി നീളം 1.5 അടി വീതിയിലുള്ള പടികൾ, ആ കല്ല് പൊട്ടിക്കാതെ തന്നെ കല്ലുകൾ വെച്ചാണ് പടികൾ ഉണ്ടാക്കുന്നത്. അതിന് 2 സൈഡിലും രാമകഥാമൃതം, രാമായണ ചരിതം ആലേഖനം ചെയ്യും. പിന്നെ രാമായണം വില്ലേജ്, വാൽമീകം മുതൽ സരയൂ വരെയുള്ള കഥകൾ അല്ലേ. എല്ലാവരും സരയൂ നദിയൊക്കെ വായിക്കുന്നത് അല്ലേ. സരയൂർ എന്താ സംഭവിച്ചത്? ശ്രീരാമൻ ആത്മഹത്യ ചെയ്തു അല്ലേ. കേരളത്തിലെ ഒരു നേതാവ് പറഞ്ഞതാ, സരയൂർ ചാടി ശ്രീരാമൻ ആത്മഹത്യ ചെയ്തു. എന്താ സംഭവിച്ചത്? പറയില്ല, എന്ന് പറയാൻ പറ്റും അല്ലേ. എന്തിനാ നീ ഈ പാവം പിടിച്ച വാനരനെ കൊന്ന്? എന്തിനാ വന്ന്? താരയുടെ ഭർത്താവായ ഭാര്യ എന്തിനാ വന്ന്? നിങ്ങൾക്ക് പറയാനറിയോ? ആരെങ്കിലും നമ്മുടെ മുമ്പിൽ പറയാം ഭാര്യ എന്തിനാ രാമൻ വന്നേ? നമുക്കറിയത്തില്ല. അതുകൊണ്ടാവും പിന്നെയും പറയും. നമ്മുടെ മുമ്പിലാ പറയുന്നെങ്കിൽ അപ്പം മൈക്ക് ഓഫ് ചെയ്തിട്ട് പറയാം, ഞാൻ പറയാം അവിടെ എന്തിനാന്ന് പറയണം. നമ്മുടെ കുട്ടികളെ അതിന് പ്രാപ്തരാക്കണം. പുത്രി ഭഗിനി സഹോദര പത്നിയും പുത്രവധുവും മാതാവിനൊക്കുവേ. പുത്രി ഭഗിനി സഹോദര പത്നി പുത്രവധുവും മാതാവിനൊക്കുവേ. തൻ്റെ മകളാണെങ്കിലും തൻ്റെ പുത്രവധുവാണെങ്കിലും തൻ്റെ സഹോദര പത്നിയാണെങ്കിലും അന്യന്റെ പത്നിയാണെങ്കിലും ആർക്കൊക്കും? മാതാവിനൊക്കുമേ. അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞാൻ നിന്നെ കൊല്ലുന്നത് എന്ന് രാമൻ ഭാര്യയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് പറയാൻ നമ്മുടെ കുട്ടികൾക്ക് അറിയണം. അതുകൊണ്ട് ജടായുപാലയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെയൊക്കെ സമീപിക്കും. എല്ലാവരും അവരവരാൽ കഴിയുന്ന സഹായങ്ങൾ അയച്ചു കൊടുക്കുക. അതിൻ്റെ നിർമ്മാണം പൂർത്തിയാകട്ടെ. കേരളം മറ്റൊരു അയോധ്യയായി മാറട്ടെ അല്ലേ. ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അവിടെ ആസ്ഥാനമില്ലാതാവും. നമ്മുടെ ആചാര്യന്മാരുടെ മണ്ണുകൾ സംരക്ഷിക്കപ്പെടട്ടെ. നമ്മുടെ ആശ്രമങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതിനുള്ള ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. നമ്മുടെ വരും തലമുറയെ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുക. അതിനാണ് ബാലഗോകുലം. ബാലഗോകുലവും രാമായണ മാസവും 80കളിലാണ് ആരംഭിച്ചത്. രാമായണ മാസം പണ്ടുകൊണ്ടായിരുന്നു, പക്ഷെ 80കളിലാണ് ഇങ്ങനെയൊക്കെ ആരംഭിച്ചത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച് മഹത് വ്യക്തിയെക്കൂടി സ്മരിച്ചുകൊണ്ട് അതിന് പിന്നിൽ 3 പേരാണ് പ്രവർത്തിച്ച്. ഒന്ന് സർവാധരണീയനായ പരമേശ്വരൻ, 2 സർവ ആദരണീയനായ സത്യാനന്ദ സരസ്വതി തിരുവടികൾ, 3 ചിന്മയാനന്ദ സ്വാമികൾ. ഇത് 3ഉം നമ്മുടെ സംസ്കാരത്തെ മാറ്റിമറിക്കും. നമ്മുടെ ആചാര്യന്മാർ പഠിപ്പിച്ചൊക്കെ പഠിക്കണം. എൻ്റെ ഏറ്റവും അടുത്തൊരു പുസ്തകമുണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികൾ. ഇപ്പോൾ കേരളത്തിലെ തർക്ക വിഷയമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു സന്യാസിയാണെന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം എഴുതിയ കൃതിയിൽ ചന്ദ്രകല എന്ന കുരിശുമില്ല. ശിവശതകം, സുബ്രഹ്മണ്യാഷ്ടകം, ഗണപതി അഷ്ടകം ഇതൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം 36 ക്ഷേത്രങ്ങൾ പ്രദർശിച്ചിട്ടുണ്ട്. അതിലെങ്ങും ചന്ദ്രകലയെ കുറിച്ച് പ്രദർശിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹത്തെ വലിച്ചെടുക്കുകയാണ്, ചട്ടമ്പി സ്വാമികളെ വലിച്ചെടുക്കുകയാണ്. ഇതൊക്കെ മാറണം. നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ പൊതു സത്താണ്, നമ്മുടെ അഹങ്കാരമാണ്, നമ്മുടെ സ്വത്താണ്. നമ്മുടെ കുട്ടികൾക്ക് അവരെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, ഈ കൃഷ്ണകുമാർ എന്ന എളിയ വ്യക്തിയുടെ അറിവില്ലായ്മയായി കരുതി ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും ഞാൻ എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കാരണവന്മാരുടെ, ഭഗവാന്മാരുടെ, ഈ സർവേശ്വരന്മാരുടെ അനുഗ്രഹമാണെന്ന് കരുതി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. മണിക്കൂറുകളെടുത്താലും തീരാത്തത്ര കാര്യങ്ങൾ നിങ്ങളോടൊക്കെ സംസാരിക്കാനുണ്ട്. ഇനിയും സമയം കിട്ടുമ്പോൾ വീണ്ടും വരുന്നതായിരിക്കും. നമുക്ക് ആദ്യത്തെ ഹൃദയം മന്ത്രം ചിന്തിക്കൊണ്ട് അല്ലേ, ഭഗവാൻ അങ്ങോട്ട് പോകാനുള്ള സമയമല്ലേ, അസ്തമയ സൂര്യൻ്റെ സമയമായി മറ്റൊരിടത്ത് ഭഗവാൻ ഉദിക്കുകയാണല്ലേ. അതിനേക്കാൾ വലിയൊരു ഭഗവാൻ ഉണ്ടോ? ഇല്ല. കാണപ്പെട്ട ദൈവം നമ്മളൊക്കെ ചെയ്യുന്ന എല്ലാ പണികളും കാണുന്ന അല്ലേ, ആണല്ലേ കർമ്മസാക്ഷിയായ സൂര്യൻ. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകരായ നമോ നമ, ചിന്താമണേ ചിദാനന്ദായ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ സൗമ്യായ ഘോരായ
സത്യാധാര്യായ വേ നമഃ ദേവായ വിശ്വൈക സാക്ഷിണേ വേ നമഃ സത്വപ്രധാനായ തത്വായ വേ നമഃ സത്യസ്വരൂപായ നിത്യം നമോ നമഃ ഓം സന്താപനാശകരായ നമോ നമഃ നിത്യം ആദിത്യഹൃദയം മന്ത്രം ജപിച്ച ശത്രുനാശം വരുത്തുക, ഇന്ദ്രിയങ്ങളെ നശിപ്പിക്കുക. അല്ലേ? ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. വന്ദേ മാതരം. ജയ് ഹിന്ദ്. ജയ് ശ്രീറാം. പങ്കെടുത്ത എല്ലാവരും ഇംഗ്ലീഷും ഹിന്ദിയും അല്ല സംസ്കൃതമാണ് ചെറുതാണ് മേടിക്കും, വായിക്കണം കേട്ടോ എല്ലാവരും. ചേച്ചി സ്വല്പം ഒന്ന് വെള്ളം ഒന്ന് പ്രസാദം ഉണ്ടാക്കണം.